ആത്മീയരെ, പ്രിയമുള്ളവരെ, ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധി മാർഗത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ പ്രസക്തിയെക്കുറിച്ചും ലോകബോധത്തോടെ കാലബോധത്തോടെ പറയാൻ കഴിവുള്ളവരാണ്, ഒരു വലിയ അതിർത്തി വരെ അതിന് അർഹതയുള്ളവരാണ് വേദിയിലുള്ള ഡോക്ടർ കെ പി ശങ്കരനും ഡോക്ടർ കെ അരവിന്ദാക്ഷനും പ്രൊഫസർ എ എം ഷിനാസും. അധ്യക്ഷനെന്ന നിലയിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ അവരെപ്പറ്റി പറയാൻ എന്നെ അനുവദിക്കണം. ഡോക്ടർ കെ പി ശങ്കരൻ ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച ഗാന്ധിയൻ ചിന്തകനാണ്. പൊതുവെ തൃശ്ശൂർക്കാർക്ക് നമുക്കറിയാവുന്ന കെ പി ശങ്കരൻ, പ്രൊഫസർ കെ പി ശങ്കരൻ മലയാള സാഹിത്യ വിമർശകനായ സൗമ്യ സരസ്വതിയായ പ്രൊഫസർ കെ പി ശങ്കരനാണ്. എന്നാൽ ഡോക്ടർ കെ പി ശങ്കരൻ കേരളത്തിലേക്ക് വന്നിട്ട് അധികകാലമായിട്ടില്ല. അദ്ദേഹം ഡൽഹിയിൽ സെയിൻറ്റ് സ്റ്റീഫൻ കോളേജിൽ ഫിലോസഫി പ്രൊഫസറായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ കോഴിക്കോടെയും പിന്നെ ചാലക്കുടിയിലേക്കും അദ്ദേഹം വന്നത്. എത്തിക്സും ഫിലോസഫിയുമാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ. നമുക്കറിയാം, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സ്ഥിരമായി അദ്ദേഹം പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായും മൗലികതയോടുകൂടിയും എഴുതുന്നത് വായിക്കുന്നവരാണ് നമ്മൾ മിക്കവരും. ഗാന്ധി ആൻഡ് സെൻട്രാലിറ്റി ഓഫ് എത്തിക്സ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം പഠനം വളരെയേറെ ശ്രദ്ധേയമാണ്. അഖിൽ ബിൽഗ്രാമിയാണ് അതിന് അവതാരിക എഴുതിയതും അതിനെ പ്രശംസിച്ചതും എന്നുള്ളത് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ പി ശങ്കരൻ എന്ന് അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. മറ്റൊരു ബന്ധുവും അദ്ദേഹവുമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാമൻ വളരെ ശ്രദ്ധേയനായ ജസ്റ്റിസ് രാധാകൃഷ്ണമേനോനായിരുന്നു. 2002 കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു യോഗത്തിൽ അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ പ്രഭാഷണം എൻ്റെ ഓർമ്മ വരുന്നു. ഞാനുമായുള്ള വ്യക്തിബന്ധം കാരണം കൊണ്ട് കൂടിയാണ് 2000 അന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന എൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നതും നന്നായി പ്രഭാഷണം. പിന്നെയും പല കാലങ്ങളിലും കേരള സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം വന്നതും പ്രഭാഷണം നടത്തിയത് ഞാൻ ഓർക്കുന്നു. ഈ സൽപുത്രന്മാരിൽ പൈതൃകം ഇങ്ങനെ എന്ന് ആറ്റുരവിവർമ്മ പാടിയതുപോലെ അതിൻ്റെ അച്ഛനും ശ്രദ്ധേയനായ നന്മ നിറഞ്ഞ കോഴിക്കോട് ഒരു വക്കീലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പൈതൃകം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും തന്നിൽ സഹജമായ നന്മ കൊണ്ടും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ കെ പി ശങ്കരൻ എന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രഭാഷണം നടത്തുന്നു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും സന്തോഷകരമായ കാര്യമാണ്. മറ്റൊന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഡോക്ടർ അരവിന്ദാക്ഷനാണ്. 1993 ഗാന്ധിജിയുടെ ജീവിത ദർശനം എന്ന അരവിന്ദാക്ഷൻ്റെ ഗ്രന്ഥം എം ടി വാസുദേവൻ നായർ വളരെ തൻ്റെ ഗാന്ധിജിയെ പറ്റിയുള്ള സങ്കല്പങ്ങളെ മാറ്റിമറച്ച ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ എം ടി എഴുതിയ അവതാരിക ഞാൻ ഓർമ്മ വരുന്നു. ആ കാലം മുതൽ തൻ്റെ ജീവിതകാലം മുഴുവനും ഗാന്ധിയൻ ആദർശങ്ങളുടെ ശുദ്ധ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയുകയും എഴുതുകയും സ്വന്തം ജീവിതത്തെ ഗാന്ധിയത്തിൻ്റെ ശുദ്ധ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒന്നാക്കി മാറ്റാൻ തപം ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ എൻ്റെ സ്നേഹാദരങ്ങൾക്ക് പാത്രമാണ് അരവിന്ദാക്ഷൻ. 1923 കുറച്ച് മാസം മുമ്പ് ഒക്ടോബറിൽ ഗാന്ധിജിയുടെ ധർമ്മധാതുക്കൾ എന്ന ഗ്രന്ഥം ഇറക്കിയത് വരെയുള്ള അരവിന്ദാക്ഷൻ്റെ മിക്ക ഗ്രന്ഥങ്ങളും ഏകദേശം എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചു എന്നതിൽ അഭിമാനിക്കുകയും ചാരിതാർത്ഥ്യം കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അരവിന്ദാക്ഷനെ പോലുള്ള ആൾക്കാർ ഗാന്ധിയത്തിൻ്റെ നന്മയ്ക്കും മേന്മയ്ക്കും വേണ്ടി തൻ്റെ ജീവിതത്തിലെ ചില സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് എഴുതുകയും അടരാടുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ. പലപ്പോഴൊക്കെ ഞാനൊക്കെ ഓർക്കാറുണ്ട്, പണ്ട് വ്യാസൻ്റെ വരികൾ ഉദ്ധരിക്കാറുണ്ടല്ലോ, ഇതാ 2 കൈയും ഉയർത്തി നിലവിളിക്കുന്നു ആര് കേൾക്കാൻ എന്ന അർത്ഥത്തിൽ. അരവിന്ദാക്ഷൻ്റെ വജസ്സുകൾ വെള്ളത്തെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് സത്യോന്മുഖമായ കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. അരവിന്ദാക്ഷൻ്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. വ്യത്യസ്തനായ മറ്റൊരു വ്യക്തി പ്രൊഫസർ ഷിനാസാണ്.
ഷിനാസ് ദീർഘകാലം നിങ്ങൾക്കറിയാം, പത്രങ്ങളിലൊക്കെ നിരന്തരം എഴുതുന്ന ഒരാൾ. മഹാരാജാസ് കോളേജിൽ ഏറെക്കാലം ഞാനും സച്ചിദാനന്ദനൊക്കെ പഠിച്ച ഞങ്ങൾക്ക് ഏറ്റവും ആദരവുള്ള മഹാരാജാസ് കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു എന്നുള്ളതിൽ സന്തോഷകരമായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന, മഹാരാജാസിലൊക്കെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഹമീദ് ചേന്നമംഗളൂരിൻ്റെ മകനാണ് ഷിനാസ്. ഷിനാസിനെല്ലാം ഒരു വേറിട്ട കാഴ്ചയാണ്. എ വെരി ഗ്രേറ്റ് റൈറ്റർ ബീങ്സ് എ ന്യൂ എലിമെൻറ്റ് ദാറ്റ് ഈസ് ഹിംസെൽഫ് എന്ന് വിമർശകന്മാർ പറയുന്നത് പോലെ തൻ്റേതായ ഒരംശം എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ കൂടിയായ, കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന, ടു ടെൽ ദ സ്പാഡ് എന്നൊക്കെ പറയാറില്ല, ആ അർത്ഥത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഭദ്രമായി പറയുന്ന, ചരിത്രപരമായ വീക്ഷണം കൊണ്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയ വ്യക്തിത്വമാണ് ഷിനാസ്. അതുകൊണ്ട് തന്നെ ഈ 3 വ്യക്തികളുടെ സാന്നിധ്യം ഇന്നത്തെ ഈ ചർച്ചയെ ഏറ്റവും ധന്യമാക്കുന്നു എന്നതിൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, 1.5 മണിക്കൂറിൽ തീർക്കണം. ഓരോരുത്തർക്കും 20 മിനിറ്റ് വീതം എടുത്ത് നമുക്കിത് പൂർത്തിയാക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹിത്യോത്സവത്തിൻ്റെ പല മേന്മകളിൽ ഒന്ന് എന്ന് ഞാൻ കരുതുന്നത്, പല മേന്മകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ പല ചർച്ചകളും പരോക്ഷമായി ചെന്ന് നിൽക്കുന്നത് മഹാത്മാഗാന്ധിജിയിലാണ്. ഇതേ ഹാളിൽ വെച്ച് 2 ദിവസം മുമ്പ് ഹിന്ദിയിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയും വിമർശകനും ഒക്കെയായ അശോക് ബാജ്പേയിയും നമ്മുടെ സച്ചിദാനന്ദനും ചേർന്ന് നടത്തിയ സംഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. അത് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വളരെ വലിയ പെർസ്പെക്റ്റീവോടുകൂടി അവർ അവതരിപ്പിക്കുകയുണ്ടായി. അവസാനം പരോക്ഷമായി ചെന്ന് നിന്നത് മഹാത്മാഗാന്ധിജിയിലായിരുന്നു. സച്ചിദാനന്ദനും അശോക് ബാജ്പേയിയും ഗാന്ധിജിയെ പറ്റി പറഞ്ഞ വചസ്സുകൾ എൻ്റെ മനസ്സിലുണ്ട്. ആണ് മറ്റൊന്ന് സുനിൽ പി എഴുത്തൽ ക്ലാസ്. അതും ഗാന്ധിജിയിലാണ്, ഗാന്ധിയുടെ മേന്മയിലാണ്, ഗാന്ധിയുടെ പ്രസക്തിയിലാണ് ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു എന്ന്. അതുപോലെ ഗോപികൃഷ്ണൻ്റെ പ്രസംഗം, കവിതയിൽ പറ്റി പറയുമ്പോൾ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെയൊക്കെ പ്രസംഗം. ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവെ ഇവിടുത്തെ പല ചർച്ചകളുടെയും ഒരു പശ്ചാത്തലമായിട്ടോ ഒരു ആത്യന്തിക തത്വമായിട്ടോ ഗാന്ധിജി വന്നിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അത് ഇതിൻ്റെ ഒരു മേന്മ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പിഴച്ച കാലഘട്ടമെന്നും കെട്ട കാലഘട്ടമെന്നും തമോമയമായ ദശാസന്ധി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യാശയോടെ കാണുന്ന ഒരാശയമാണ് ഗാന്ധിജിയുടേത് എന്നുള്ളത് ഗാന്ധിജിയെ പറ്റി പഠിക്കാൻ ഏറ്റവും കൂടിയാണ് ഈ സാഹിത്യോത്സവം എന്നതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളുന്നു. ദീർഘമായ പ്രഭാഷണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒതുക്കി പറയാൻ, കാരണം അതിനേക്കാളും പറയാൻ ഏറ്റവും അർഹതയുള്ളവരും ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിജി ഒതുക്കി പറയാം. ഒരു പഴയ കാലഘട്ടങ്ങളിൽ ഗാന്ധിജിയുള്ള പഠനങ്ങളൊക്കെ തന്നെ ഗാന്ധിജി ഒരു ദേശീയ നേതാവെന്നും മഹാത്മാവും എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള പ്രകീർത്തനങ്ങളായിരുന്നു. നമുക്കറിയാം, ടെൻഡുൽക്കറുടെ, ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ശ്രദ്ധേയനായ ജീവചരിത്രകാരനാണല്ലോ ടെൻഡുൽക്കറുടെ മഹാത്മാ എന്ന 5 വോള്യങ്ങളുള്ള ജീവചരിത്രം ഗാന്ധിജി കൂടി സഹകരിച്ച് എഴുതപ്പെട്ട ഗാന്ധിജിയുടെ ഏറ്റവും നല്ല ജീവചരിത്രം എന്ന് പ്രഖ്യാതമായ ടെൻഡുൽക്കറുടെ മഹാത്മാ. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ, ജെ.സി. കുമരപ്പ, മസ്രുവാല, കൃപലാനി, മഹാദേശായി തുടങ്ങിയ ആ കാലത്ത് വന്ന അനേകം പഠനങ്ങളൊക്കെ തന്നെ ഗാന്ധിജിയുടെ ഈ ദേശീയ വ്യക്തിത്വത്തിലും ഗാന്ധിജിയുടെ ഈ മാഹാത്മ്യമുള്ള വശങ്ങളിലും ഊന്നുന്നവയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, അതിനെപ്പറ്റി ജയപ്രകാശിൻ്റെ ശ്രദ്ധേയമായ ഒരു കമൻ്റുണ്ട്. വെറും ആരാധനാ മനോഭാവവും ഗാന്ധിജിയെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന ഗർവവും ഗാന്ധി ഭക്തന്മാർക്കുണ്ട് എന്ന് പറഞ്ഞത് മറ്റൊരു ഗാന്ധിയനായിരുന്ന ജയപ്രകാശ് നാരായണനാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നത്തെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഇന്ന് ഗാന്ധിജിയെ കാണുന്നത് ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ്. ആധുനിക നാഗരികതയ്ക്കെതിരെ, സമഗ്രാധിപത്യത്തിന് എതിരെ, കമ്മ്യൂണിസത്തിനെതിരെ, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ചീത്തയായ വശങ്ങൾക്കെതിരെ ഒക്കെയുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് പല രീതിയിലും ആധുനിക മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് ഇന്ന് ലോകത്തിലെ ഒട്ടേറെ ചിന്തകന്മാർ, പണ്ഡിതന്മാർ ഗാന്ധിജിയെ കാണുന്നത്.
ഒന്ന് ഒതുക്കി പറഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ വരുന്നത് പല ഭാഷകളിലുമായി ഗാന്ധിജിയെക്കുറിച്ചാണെന്നുള്ള ശ്രദ്ധേയമാണ്. ഞാൻ ഓർക്കുന്നു 60കളിലൊക്കെ വന്ന കാലത്ത് ഗാന്ധിജിയെ പറ്റിയുള്ള ധാരാളം വിമർശനങ്ങളുടെ ഒരു കാലമായിരുന്നു. ഗാന്ധി നിന്ദയുടെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ CJ സ്മാരക പ്രഭാഷണത്തിൽ അതിൽ കെ വേണുവിൻ്റെയും ഡോക്ടർ മാർക്കോസിൻ്റെയും ഒക്കെ അതിൽ കൈനിക്കരകുമാരപ്പിള്ള, AP ഉദയഭാനു, സുകുമാർ അഴീക്കോട്, VR കൃഷ്ണയ്യർ, പവനൻ, കെ വേണു ഇവരൊക്കെ എഴുതിയ ഒരു നല്ല പുസ്തകമാണ് ഗാന്ധിയെ പറ്റിയുള്ള ഒരു പുസ്തകം. അതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൊതുവിൽ കാണുന്ന ഒരു പ്രത്യേകത, പ്രത്യേകിച്ചും വേണുവിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ കാണുന്ന പ്രത്യേകത, ഇത് വളരെ യാഥാസ്ഥികമായ ഒരു വീക്ഷണമാണ് ഗാന്ധിയുടെ എന്ന് അടിച്ചു പറയുന്ന കാര്യം. കുറേ കാലം അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആരാധനാഭാവത്തിൽ നിന്നും വിമർശനത്തിൽ നിന്നും ഗാന്ധി നിന്നയിൽ നിന്നും ഒക്കെ കാര്യങ്ങൾ മാറിയിട്ട് 1980 ആകുമ്പോഴേക്ക് ഗാന്ധിയെ പറ്റിയുള്ള മനോഭാവത്തിന് വലിയ മാറ്റം വന്നു. ലോകത്തിലാകെ മാറ്റം വന്നു. ഇന്ത്യയുടെ ഒരു ദേശീയ നേതാവായിട്ടല്ല, ലോകത്തിന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് ലോകത്തിലെ വലിയ ആചാര്യന്മാർ. അതിൽ സോഷ്യോളജിസ്റ്റുകളുണ്ട്, എഡ്യൂക്കേഷണലിസ്റ്റുണ്ട്, ആന്ത്രോപോളജിസ്റ്റുകളുണ്ട്, പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സുണ്ട്, ഫെമിനിസം, ദളിത് മൂവ്മെൻറ്റ്, ഇക്കോളജി തുടങ്ങിയ ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മറുപടി ആണ് എന്ന രീതിയിലാണ് ഗാന്ധിയെ കാണുന്നത്. ഇപ്പോൾ ഗാന്ധിജി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇമ്മാനുവൽ കാന്റിനെ പോലെയോ മാർക്സിനെ പോലെയോ ഒക്കെയുള്ള ഒരു പാണ്ഡിത്യത്തിൻ്റെ ആളായിരുന്നില്ല. മറിച്ച് ബുദ്ധൻ്റെ പാരമ്പര്യത്തിൽ, സോക്രട്ടീസിൻ്റെ പാരമ്പര്യത്തിൽ, ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ഇൻസ്പയർഡ് ടീച്ചറും പ്രോഫറ്റുമായിട്ടാണ് തൻ്റെ അന്തർദർശനം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകിയ ഒരു മഹാവ്യക്തിത്വമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്നുകൂടി എനിക്ക് പറഞ്ഞപ്പോൾ നോക്കൂ, ഏറ്റവും പുതിയ ചിന്തകന്മാരൊക്കെ തന്നെ ഇവാൻ ഇല്ലിച്ച്, ഷൂമേക്കർ, ഇവാൻ ഇല്ലിച്ചിൻ്റെ ഈ ഓൾട്ടർനേറ്റീവ് അരുണാഷനൊക്കെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവിനായിട്ടുള്ള ഒരു ബദൽ പരിപ്രേക്ഷത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ ലോക ഗുരുവായി കാണുന്നത് ഗാന്ധിജിയാണ് എന്നുള്ളത് അനേകം ഉദാഹരണങ്ങളുടെ ആണ്. ഇപ്പോൾ ഈ ബട്ടൺ ഡ്രസ്സിൽ തന്നെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം ആരംഭിക്കുന്നത് വിദ്യാഭ്യാസം നല്ല മനുഷ്യനെ ഉണ്ടാക്കാനാണോ നല്ല പൗരനെ ഉണ്ടാക്കാവുന്നതാണോ ചോദിച്ചിട്ടുകൊണ്ടാണ്. അദ്ദേഹം നല്ല പൗരനെ ആക്കുന്നതല്ല, നല്ല മനുഷ്യനെ ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്ന 2 ഉദാഹരണങ്ങൾ, ഒന്ന് സോക്രട്ടീസും ഒന്ന് ഗാന്ധിയുമാണ്. ലോക സംസ്കാരത്തിൻ്റെ കഥ അതിമനോഹരമായ ഇംഗ്ലീഷിൽ 11 വോള്യങ്ങളിലായി പറഞ്ഞ ബിൽഡുറന്ത് ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ബുദ്ധൻ മുതൽ ഗാന്ധിജി വരെ, യാജ്ഞവൽക്യ മുതൽ ടാഗോർ വരെ ഉള്ളൊരു സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പ്രേരണ, പിന്നെ പ്രത്യേകിച്ചും ആധുനിക ഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള ഷൂമേക്കറിൻ്റെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, സ്മോൾ ഈസ് പോസിബിൾ തുടങ്ങിയ ആശയങ്ങളിലൊക്കെ ഗാന്ധിയുടെ കാണാം. അപ്പോൾ വികസനത്തെയും ഒക്കെ പറ്റിയുള്ള നമ്മുടെ പരിപ്രേക്ഷ്യങ്ങളിൽ ഗാന്ധിയുടെ ആശയങ്ങൾ, അതിന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബലമൊന്നുമില്ല, തൻ്റെ ഉൾവിളികൾ കൊണ്ട് ഗാന്ധി ഉണ്ടാക്കിയ ആശയങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും. പിന്നെ ഗാന്ധിയുടെ പ്രത്യേകത, ഞാൻ സമയത്തിൻ്റെ പരിമിതിയെ ഞാൻ ഓർക്കുന്നു, ഒന്ന് ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ഗാന്ധിയുടെ ആശയങ്ങൾ. ധർമ്മബോധമാണ് ഗാന്ധിയുടെ പ്രത്യേകത, എത്തിക്സാണ്. അത് ശ്രീ ശങ്കരൻ അത് വേണ്ട പോലെ അറിയുന്ന ഒരാളാണ്. എത്തിക്സിൻ്റെ കാര്യത്തിൽ ധാർമ്മികത, മൈ ഇന്നർ കോൾ എന്ന് ഗാന്ധി പറയാറുണ്ടല്ലോ. തെറ്റുകളുണ്ടാകുമ്പോൾ മൈ ഹിമാലയൻ ബ്ലണ്ടേഴ്സ് എന്ന് ഗാന്ധി ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൽഡസ് ഹക്സ്ലിയുടെ പ്രസിദ്ധമായ പുസ്തകമുണ്ടല്ലോ ഈ എൻസ് ആൻഡ് മീൻസ്. ഈ എൻസ് ആൻഡ് മീൻസിലൊക്കെ പറയുന്ന ഒരു പ്രത്യേകത, അത് അദ്ദേഹവും ഗാന്ധിജിയെ ഉപജീവിക്കുന്നുണ്ട്. ഇതാണ് ഈ ലക്ഷ്യത്തെ പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണം എന്ന ആശയത്തിന് ഗാന്ധി കൊടുത്ത പ്രാധാന്യം വളരെ വലുതാണ്. അതുണ്ടാക്കിയ ഇമ്പാക്റ്റും വളരെ വലുതാണ്. പെട്ടെന്ന് അധികാരത്തെ പറ്റിയുള്ള പ്രശ്നം. അധികാരത്തെപ്പറ്റി നമുക്കറിയാം, പഴയ കാലം മുതൽ മാക്വെല്ലിയുടെയും ചാണക്യൻ്റെയും കാലം മുതൽ അനേകം പഠനങ്ങൾ അധികാരത്തെ പറ്റിയുണ്ട്. അധികാരം ആര് കൈയാളണം എന്നുള്ളതായിരുന്നു ചോദ്യം. ഓരോരുത്തരും ഓരോ ആൾക്കാരുടെ ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് മൗലികമായ അഭിപ്രായം എന്ന് പറയാവുന്നത് മഹാത്മാഗാന്ധിയുടെയാണ്. ഗാന്ധി പറഞ്ഞത് ആരധികാരം കൈയാളണം എന്നുള്ളതല്ല, ആര് കൈയായാലും അധികാരം ചീത്തയാണ്. പക്ഷേ അധികാരമില്ലാണ്ട് അത് യൂക്ലിഡിൻ്റെ നേർരേഖയാണ് ഗാന്ധി പറയുന്ന ഉദാഹരണം. യൂക്ലിഡിൻ്റെ നേർരേഖ വീതിയില്ല,
വീതിയില്ലാണ്ട് ഒരു നേർരേഖ വരക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞ രീതിയിൽ അതുകൊണ്ട് എന്ത് ചെയ്യണം? അധികാരത്തെ സമൂഹത്തിൽ വിതരണം. അങ്ങനെയാണല്ലോ നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്ന ആശയം വളരെ ശ്രദ്ധേയമായി മാറി. ആ രീതിയിൽ ലക്ഷ്യകുമാർ എൻസൈൻമെൻസിനെ കുറിച്ചായാലും ഡീസെൻട്രലൈസേഷനെ കുറിച്ചായാലും മറ്റ് ഓരോ തന്നെ അപ്പോൾ തിരുത്തിക്കൊണ്ട് തൻ്റെ പിന്നെ തോറോവിൻ്റെയൊക്കെ ആശയങ്ങൾ, റസ്കിൻ്റെയൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അൺടു ദ ലാസ്റ്റാണ് താൻ ചെയ്യുന്ന ഏത് കാര്യവും സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ആൾക്ക് എങ്ങനെ ഉപകരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഓരോന്നും വിശദീകരിച്ച് പറയേണ്ട ഒന്നാണ്. മറ്റൊന്ന് സർവധർമ്മ സമഭാവന. അന്ന് തന്നെ ഇവിടെ കബീർദാസിൻ്റെ ദോഹയാണ് അശോക് ബാജ്പേയി ഉദ്ധരിച്ചത്. മൈക്കോ കഹാൻ ടൂട്ടെ ബന്ദേ മൈത്തോ തേരെ പാസുമേ എന്ന വരികൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അതാണ് കബീറിനെയൊക്കെ ഓർക്കാവുന്ന രീതിയിൽ ഗാന്ധിജിയുടെ ഈ സർവധർമ്മ സമഭാവന, ഇന്ത്യയെക്കുറിച്ച് എസെൻഷ്യൽസ് ഓഫ് റിലിജിയൻസിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. പാർസികളെ പറ്റി പാൽക്കിവാലിയുടെ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ഒരു മേന്മയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ കടക്കുന്നില്ല. ഈ സർവമത കബീറിനാണ് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാന്ധിയുടെ രാമൻ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ആശയങ്ങളാണ് ഈ സർവധർമ്മ സമഭാവന. സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞാലും ഈ സർവധർമ്മ സമഭാവന എന്ന ഗാന്ധിജിയുടെ ആശയം അതുണ്ടാക്കിയ ശ്രദ്ധേയമായ കാര്യങ്ങൾ വളരെ വലുതാണ്. വിശദമായി പറയണമെന്ന്. അതുപോലെ പരിസ്ഥിതി, ഈ നമ്മുടെ ഇക്കോളജിക്കൽ പ്രോബ്ലംസിന്, ഫെമിനിസ്റ്റ് പ്രോബ്ലംസിന്, ദളിത് പ്രോബ്ലംസിന് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഗാന്ധിജി തൻ്റെ ആന്തരികമായ ചൈതന്യം കൊണ്ട്, ഉൾവിളി കൊണ്ട് കണ്ടുപിടിച്ച സർഗാത്മകമായ നിരീക്ഷണങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. സാഹിത്യമാണ്. ശശാന്തൻ്റെയൊക്കെ ധാരാളം കവിതകളുണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ ഒരുപാട് പുതിയ എഴുത്തുകാരൊക്കെ തന്നെ ഗാന്ധിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരമായതാണ്. സച്ചിദാനന്ദൻ, KGS, രാജീവൻ, ഇങ്ങനെ എടുത്ത് പറയാവുന്ന രീതിയിൽ പുതിയ നമ്മുടെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളൊക്കെ എല്ലാം ഗാന്ധിജിയുടെ മഹത്വത്തെ ഇന്ത്യയിലും ലോകത്തിലും മുഴുവനും. ഇപ്പോൾ ഈ ഫൊണ്ടാന മോഡേൺ മാസ്റ്റേഴ്സ് എന്ന ഗ്രന്ഥപരമ്പരയിൽ ഗാന്ധിജിയെ പറ്റി ശ്രദ്ധേയമായ ഗ്രന്ഥം രചിച്ച ജോർജ് വുഡ്കോക്ക്, അതിൻ്റെ മലയാള പരിഭാഷയ്ക്ക് അർത്ഥഗർഭമായ ഒരു ആമുഖം പ്രൊഫസർ ജി കുമാരപിള്ള സാറിൻ്റേതായിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. ഈ ജോർജ് വുഡ്കോക്ക് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് നക്സലൈറ്റുകൾ കൽക്കത്തയിൽ ഗാന്ധിജിയുടെ പ്രതിമ തല്ലിപ്പൊളിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് അത്. മിൽട്ടൻ്റെ വരികൾ കടം വാങ്ങിക്കൊണ്ട് എന്ത് ക്രൂരമായ കൃത്യമാണ് ഇവർ ചെയ്തത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വുഡ്കോക്ക് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ഇതാണ് ഗാന്ധിജിയെ റെവല്യൂഷണറി സ്പിരിറ്റ് എന്ന പുസ്തകം, ഗാന്ധിസ് ട്രൂത്ത്, എറിക് റിക്സൻ്റെ പുസ്തകം, ഗാന്ധി അഗെയിൻസ്റ്റ് മാക്വലിനിസം, ഇതൊന്നും എല്ലാം വിസ്തരിച്ച് പറയാവുന്നതാണ്. ഗാന്ധിജിക്ക് മാക്വെല്ലി തോക്കുന്നു, ചാണക്യൻ തോക്കുന്നു, ജയിക്കേണ്ടത് ആ രീതിയിലൊക്കെയുള്ള ആശയങ്ങൾ, ഡീസെൻട്രലൈസേഷൻ്റെ ആശയങ്ങൾ. ഇപ്പോൾ നമ്മൾ MGS പറ്റി എഴുതിയിട്ടുണ്ട്. കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരത്തിൻ്റെ പിറകെ പോകുമ്പോൾ അതിന് പരിഹാരം ഏത് എന്നതിന് ഗാന്ധിയുടെ ആശയങ്ങൾ. ആ രീതിയിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവാൻ ഇലിച്ചിൻ്റെയും ഷൂമേക്കറേയും റീകൺസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവിൻ്റെ ആശയങ്ങളെയും തന്നെ ലോകത്തിലെ ബർണാഷ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ജീവി എന്ന നിലയിൽ മനുഷ്യനൊരു പരാജയമാണ്. അതിനുള്ള പരിഹാരമാണ് ഇന്ത്യ ഗാന്ധിജിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ആ രീതിയിൽ വളരെയേറെ ഇപ്പം നമുക്കറിയാം, ഇത് വിദ്വേഷത്തിൻ്റെ കാലം, സമകാലിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാലസ്തീനിലെയും ഒക്കെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ ചിന്തകളെ അരവിന്ദാക്ഷനൊക്കെ ഭംഗിയായിട്ട് പറയുന്നത് എനിക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഏറ്റവും ഇപ്പോൾ വെറുപ്പ്, അസഹിഷ്ണുത ഒക്കെ പകരുന്നൊരു കാലത്തിൽ ഫാസിസം വരുത്തുന്ന ദോഷങ്ങളെപ്പറ്റി 8 കാര്യങ്ങൾ ഉംബർട്ടോ എക്കോ പറഞ്ഞ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിവിടെ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിലൊക്കെ ഉണ്ട്. ചരിത്രത്തിന് തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ എഴുതൽ, ദുർബലരോടുള്ള അവഗണന, അവതരെ സൃഷ്ടിക്കൽ, ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രഭാഷണങ്ങൾ, നാനാത്വത്തിൻ്റെ നിരാസം, അത് വളരെ പ്രധാനമാണ്. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ലേൽ ബഷാം അടിവരയിട്ട് പറയുന്ന കാര്യം ചുരുങ്ങിയത് 12 സംസ്കാരങ്ങളെയെങ്കിലും ഉൾക്കൊണ്ടൊരു രാജ്യം എന്നാണ്. ഇന്ത്യയുടെ ഉൾക്കൊള്ളുന്ന പ്രകൃതം ഇതാണ്. അതുപോലെ അന്ധമായ പാരമ്പര്യത്തിൻ്റെ ആരാധന വരുന്നത്, യുക്തിയുടെയും സ്വതന്ത്രയുടെയും നിരാശം വരുന്നത്, സംസ്കാരത്തിൻ്റെയും കലയുടെയും ദാക്ഷിണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭയം കലർന്ന അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് വെളിച്ചമാവേണ്ടത്, ആശയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഹാത്മാഗാന്ധിയുടേതാണ്, ഗാന്ധിയുടേത് തന്നെയാണ് എന്നതിൻ്റെ വീക്ഷണം ഞങ്ങൾ അവതരിപ്പിക്കുന്നു.
ഇനിയുള്ള ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെല്ലാം അവരുടെ ഈ സമയത്തിൻ്റെ പരിമിതികൾ ഊന്നി നിന്നുകൊണ്ട് പറയും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഡോക്ടർ കെ പി ശങ്കരൻ അവരുകളെ ആദരപൂർവ്വം ഞാൻ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രൊഫസർ കൃഷ്ണൻ നായർ, ശ്രീ അരവിന്ദാക്ഷൻ, ഡോക്ടർ ഷിനാസ്, എൻ്റെ ഫ്രണ്ട്സായ പ്രൊഫസർ ജുസാനന്ദൻ, പ്രത്യേകിച്ച് സബിത. ജനറലായിട്ട് ഗാന്ധിയെ പറ്റിയിട്ട് ശ്രീ കൃഷ്ണൻ നായർ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ സ്ലൈറ്റ്ലി പൊളിറ്റിക്കലായിട്ടുള്ളതാണ്, ഫിലോസഫിക്കൽ സൈഡ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എന്തുകൊണ്ട് ഗാന്ധി 21st സെഞ്ച്വറിയിൽ എന്തുകൊണ്ടാണ്? എൻ്റെ അഭിപ്രായത്തിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, പാർലമെൻ്ററി ഡെമോക്രസിയെ ഏറ്റവും ശക്തമായി ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളാണ് ഗാന്ധി. നമ്മൾ സാധാരണ പറയാറില്ല. അദ്ദേഹം വളരെ വലിയ ഗംഭീരനായ ഡെമോക്രറ്റായിരുന്നു. പക്ഷേ പാർലമെൻ്ററി ഡെമോക്രസീനെ അതിശക്തമായി ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പാർലമെൻ്ററി ഡെമോക്രസീനെ ശക്തമായി ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഉപയോഗം അതെന്താണെന്ന് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 21st സെഞ്ച്വറിയുടെ കാൽഭാഗം കഴിയാൻ പോകുമ്പോൾ ഇവിടെ ഫാഷിസമാണ് വളർന്നിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഫാഷിസം വളർന്നു? ഇവിടെ ഫാഷിസം വളരാൻ കാര്യം ഇത് നിയോ ഫാഷിസമാണ്. ഇത് 20th സെഞ്ച്വറിയിലുള്ള ഉണ്ടായിരുന്ന അതേ ഫാഷിസമല്ല. ഇത് 21st സെഞ്ച്വറിയിലുള്ള ന്യൂ ഫാഷിസമാണ്. അത് ഡെമോക്രസിയിൽ കൂടെ, പാർലമെൻ്ററി ഡെമോക്രസിയിൽ കൂടെ വന്നതാണ്. പാർലമെൻ്ററി ഡെമോക്രസിയുടെ പ്രൊസീജിയർ പാർട്ടി ഇലക്ഷൻസാണ്. ഇന്ത്യയുടെ മാതിരിയുള്ള മൾട്ടി കൾച്ചറൽ, മൾട്ടി എത്നിക്, മൾട്ടി റിലീജിയസ് അങ്ങനെയൊരു സമുദായത്തിൽ പാർലമെൻ്ററി ഡെമോക്രസി കൊണ്ടുവന്നാൽ എന്തായിരിക്കുമെന്ന് ആദ്യം തന്നെ കണ്ട ഒരാളാണ് ഗാന്ധി. അത് വോട്ട് ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്യും. എന്താണ് ഇവിടെ നടന്നതെങ്കിൽ, ഇവിടെ ഒരു ഹിന്ദു വോട്ട് ബാങ്ക്, ഇതിന് മുൻപേ ഇല്ലാത്ത ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ RSS BJPക്ക് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ ഒരു മെജോറിറ്റേറിയൻ ഡെമോക്രസിയെ മാറിക്കഴിഞ്ഞു. ഇതാദ്യമായി കണ്ടത് ഗാന്ധിയാണ്. ഈ പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിക്കൊരു ആൻസർ ഉണ്ട്. അതായത് സോഷ്യലിസ്റ്റ് അനാർക്കിസ്റ്റ് സൊസൈറ്റി, ഹൈറാർക്കി ഇല്ലാതെ ഉള്ള ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ആ സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് അദ്ദേഹം സ്വരാജ് എന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം ഹിന്ദുക്കൾ അധികമുള്ള സ്ഥലത്ത് രാമരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. മുസ്ലിമുകൾ അധികമുള്ള സ്ഥലത്ത് ഖുദാരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹം മാറ്റി മാറ്റി പറഞ്ഞിരുന്നതാണ്. രാമരാജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രാമൻ്റെ രാജ്യം ഇന്ന് BJPക്കാർ പറയണതല്ല. രാമായണത്തിലെ രാമനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് ഹിന്ദുക്കളായിട്ട് സംവാദിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു എക്സ്പ്രഷനാണ്. അത് ക്ലിയറാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. അപ്പോൾ സ്വരാജാണ്. ഈ സ്വരാജ് ഇന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമുണ്ട്. ഇന്നത്തെ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി എക്സ്ട്രീംലി ഹൈറാർക്കിക്കൽ സൊസൈറ്റിയാണ്. അതിന് വേറൊരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഫാഷിസ്റ്റ് പ്രവണതകൾക്ക് ആകെ ഉള്ളൊരു തടവ് 21st സെഞ്ച്വറിയിൽ ഗാന്ധി മാത്രമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഗാന്ധി എന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് പാർലമെൻ്ററി ഡെമോക്രസീനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഗാന്ധി നമുക്ക് ആവശ്യമാണ്. പാർലമെൻ്ററി ഡെമോക്രസി അല്ലാതെ വേറെ തരത്തിലുള്ള ഡെമോക്രസികളുണ്ട്. വേറെ തരത്തിലുള്ള ഡെമോക്രസി എന്ന് ഞാൻ പറയുന്നത്, ഐ നോട്ട് ഗെറ്റിംഗ് ദി വേർഡ്, deliberative democracy. Deliberative democracy is a possibility. Deliberative polling
അനദർ പോസിബിലിറ്റി. ഇത് പാർലമെൻ്ററി ഡെമോക്രസി അബദ്ധമാണ് എന്ന് കണ്ടാൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ. അത് ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി ഉണ്ടാക്കാനും ഡെലിബറേറ്റീവ് പോളിംഗ് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഗാന്ധിയെ രണ്ടാമത് ഉപയോഗിച്ച് ഗാന്ധിയുടെ അഭിപ്രായം സീരിയസ് ആയി എടുത്ത് പാർലമെൻ്ററി ഡെമോക്രസിയെ കുറ്റപ്പെടുത്തി അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മെജോറിറ്റേറിയൻ എന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഗാന്ധി എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ആൻസർ എന്തുകൊണ്ട് ഗാന്ധി എന്നുള്ളത് ഇതാണ്. പാർലമെൻ്ററി ഡെമോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന് ഗാന്ധിയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും ഗംഭീരമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള കോൺസെപ്ച്വൽ ആയുധം. രണ്ടാമത്തത് ദലിതർ. ഇന്ന് ദലിതർ ഏകദേശം 16-20% ഉണ്ട്, 18% ഉണ്ട്. ഇവരുടെ മെജോറിറ്റി ദലിതർ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ എന്താണ് സഫറിങ്സ്, പോവർട്ടി, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്നവരാണ്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് പൊളിറ്റിക്കലി എംപവേർഡ്. ചെറിയ ഭാഗം, മേ ബി 1 or 2%. റെസ്റ്റ് ഓഫ് ദം ആർ ഇൻ എ വെരി ബാഡ് ഷേപ്പ്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. 75 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പേ മദ്രാസിൽ ദലിത് അമ്പലത്തിൽ പോണതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഗാന്ധിയുടെ മാർട്ടിഡൻ ഡേക്ക് കുറേ ദലിതർ ആ ദിവസം അവിടെ അവർക്ക് അനുവാദമില്ലാതെ ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ പോയി. കഴിഞ്ഞ കൊല്ലം ജനുവരി 30-ന് അത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യം, 75 കൊല്ലം കഴിഞ്ഞിട്ട് ദലിതർക്ക് തമിഴ്നാട്ടിൽ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അവർ അമ്പലത്തിൽ പോകുന്നത് ഗാന്ധിയുടെ ചരമവാർഷികത്തിലാണ്. അംബേദ്കറെ ആലോചിച്ചിട്ടല്ല, പെരിയാർ രാമസ്വാമിയെ ആലോചിച്ചിട്ടല്ല, ഗാന്ധിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതാണ് ഗാന്ധിയുടെ സിഗ്നിഫിക്കൻസ്. അവരുടെ മനസ്സിൽ ഈ ദലിതർ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഉള്ളൊരു തടവാണ് ഗാന്ധി. നായക്കരല്ല, അംബേദ്കറും അല്ല. അത് ഞാൻ പറയാൻ കാരണം, പ്രത്യേകിച്ച് പറയാൻ കാരണം, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ദളിത വിഭാഗങ്ങൾ അധികവും ഫാഷിസത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും എത്ര ശതമാനം വോട്ട് ദലിതരുടെ കയ്യിൽ നിന്ന് BJP RSSന് കിട്ടി. UP BSS RSS കിട്ടി. എന്തുകൊണ്ടാണത്? അത് എൻ്റെ അഭിപ്രായ പ്രകാരം ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ബിഗിനിങ്ങിൽ തന്നെ 1947 തന്നെ ദളിത സമുദായത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ സ്ഥിതി ഇതല്ല. ശ്രീലങ്കയിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തു. ശ്രീലങ്കയിൽ വളരെ മാറ്റങ്ങൾ വന്നിരുന്നു. പ്രേമദാസ വന്നതിന് ശേഷമാണ് ആ പ്രോഗ്രസീവ് കൺസ്ട്രക്റ്റീവ് മൂവ്മെൻറ്റിനെ തടഞ്ഞത്. കൺസ്ട്രക്റ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു ദലിതരുടെ സമൂഹത്തിൽ അത്യാവശ്യമായിരുന്നു. അതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ അംബേദ്കർ ദലിതരെ പൊളിറ്റിസൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഗാന്ധി 1932 അംബേദ്കറോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, പൊളിറ്റിസൈസ് ചെയ്യരുത്, ഇത് പൊളിറ്റിസൈസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല. അത് അദ്ദേഹം കേട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി? 70% ദളിതർ ഇന്ന് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്നവരാണ്.
ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി, ഇന്ത്യയുടെ ഇക്കണോമിക് കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ $2,000 ആണ് പെർ ക്യാപിറ്റ ഇൻകം. $2,000 ആണ് പെർ ക്യാപിറ്റ ഇൻകം. ചൈനയുടെ $15,000 ആണ്. ഹോങ്കോങ്ങിൻ്റെ $48,000 ആണ്. വേൾഡിൽ വെച്ചിട്ട് വളരെ പുവറായിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ. 25% ആളുകളാണ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്. 300 മില്യൺ വരെയായിരിക്കും. ഈ 25,000-ൽ ഓൺലി 10% അവർക്ക് 25,000 റുപ്പീസിൽ അധികം വരുമാനം മാസത്തിലുള്ളൂ. അതാണ് അപ്പർ മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ. 25,000 റുപ്പീസും അതിലധികമുള്ള ആളുകൾ. ലോവർ മിഡിൽ ക്ലാസ്സാണ് പിന്നുള്ളത്. ഈ ലോവർ മിഡിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് 70% ഉള്ള ഇന്ത്യയിലത്തെ ജനങ്ങൾ. 70% is not a small number. ഈ 1 ബില്യണിൽ 1,450,000,000 70% ആളുകൾ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ പോവർട്ടി അനുഭവിക്കുന്നവരാണ്. ഇത് ഇന്ത്യയുടെ GDP ഇൻക്രീസ് ചെയ്ത് 8% ആയാലും 9% ആയാലും മാറ്റം വരില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇവിടെയുള്ള ആളുകളെ ചീറ്റ് ചെയ്യാണ് GDP പറഞ്ഞുകൊണ്ട്. അവരെന്താണ് പറയേണ്ടതെങ്കിൽ, അവരെന്താണ് നമ്മളോട് പറയേണ്ടതെങ്കിൽ ഇവിടുത്തെ ഈ ശീർഷ ഇൻകം, പ്രതിശീർഷ ഇൻകം, അതാണ് നമ്മളോട് പറയേണ്ടത്. അതെത്രയാണെന്ന്. അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? അത് ഇൻക്രീസ് ചെയ്യുന്നില്ല. GDP ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ള 1 മില്യൺ ആളുകൾ ഒരു പക്ഷേ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് പോയിരിക്കും. ആ അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ 25,000-നും എബവ് ഉള്ള മന്ത്ലി ഇൻകം വരും. അതുകൊണ്ടാണ് ഇവിടെ 70% ആയിട്ടുള്ള ആളുകൾക്ക്, അതിലധികം ആളുകളും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്നതാണ്. അവിടെയാണ് ഗാന്ധിയുടെ ഉപയോഗം. ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം അവിടെയാണ് വേണ്ടത്. അതിൽ പ്രധാന കാര്യം എന്തുകൊണ്ട് ഗാന്ധി എന്ന് ചോദിച്ചാൽ, ദലിതർക്കുള്ളൊരു ഒരു 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 സപ്പോർട്ടാണ് ഗാന്ധി. ദലിതർക്കുള്ള സപ്പോർട്ടാണ് ഗാന്ധി. ഗാന്ധിയെ കംപ്ലീറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്ന ദലിതാണ്. എന്തുകൊണ്ട് ഗാന്ധി എന്ന് ചോദിച്ചാൽ, ദലിതർക്ക് ഗാന്ധി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഗാന്ധി. രാമസ്വാമി നായ്ക്കരല്ല. രാമസ്വാമി നായ്ക്കരെ പുകഴ്ത്തി പറയുന്നത് ഒരു ചുരുങ്ങിയ തലത്തിലുള്ള ദലിത് ഇൻ്റലക്ച്വൽസാണ്. അവർ 70% ദലിത്തിന് അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിയുടെ ഇന്നത്തെ പ്രയോഗം നമുക്ക് എങ്ങനെ ആണ് അദ്ദേഹത്തെ ഉപയോഗിക്കുക. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഡെമോക്രസി, പാർലമെൻറ്റ് ഡെമോക്രസി. ഞാൻ ആദ്യം പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അഭിമാനത്തോടെ വേൾഡിലെ ഏറ്റവും വലിയ പാർലമെൻറ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് അത് ഇന്ന് ഹിന്ദു ഡെമോക്രസിയാണ്. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരാ ക്വസ്റ്റ്യൻ ചെയ്യുന്നു? നെക്സ്റ്റ് ഇലക്ഷനിൽ 99%, 99 ഇല്ലെങ്കിലും 90% ഈ സമൂഹം തന്നെയാണ് വരാൻ പോകുന്നത്. അവരാര് തടയും? മൂന്നാമത്തെ എൻ്റെ കാര്യം, ഇവിടെ അടുത്ത കാലത്ത് ഇതുണ്ടായിരുന്നു, ലോക വംശഹത്യ വാച്ച്. ഈ ലോക വംശഹത്യ വാച്ചിൻ്റെ അഭിപ്രായ പ്രകാരം
ഇന്ത്യയിൽ മുസ്ലിം വംശഹത്യ നടക്കാൻ പോകാനാണ് സാധ്യത. ഇതിൻ്റെ എല്ലാതും ഇവർ പറയാതെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇന്നലെ ജഡ്ജ്മെൻ്റ് ഉണ്ടായി. വാരാണസിയിലുള്ള ടെമ്പിളിൽ ഹിന്ദുക്കൾക്ക് പോയി വാരാണസിയിലുള്ള മോസ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഹിന്ദുക്കൾക്ക് പോയി പ്രാർത്ഥിക്കാം. ഇനി മധുരയാണ് മറ്റൊന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ രാം ടെമ്പിൾ ഉണ്ടാക്കി. ആ രാം ആരാണെന്ന് നമ്മൾ ചോദിച്ചില്ല. ഞാനതിനെപ്പറ്റി ഉടനെ പറയുന്നില്ല. ആ രാം ആരാണെന്ന് അറിയണമെങ്കിൽ സവാക്കർ വായിക്കണം. സവാക്കറിൽ ഒരു ചാപ്റ്റർ ആ രാമനെ പറ്റിയിട്ടാണ്. ആ സവാക്കർ വായിക്കാതെ ആ രാമൻ ആരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മുസ്ലിം വംശഹത്യ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു തലം പാലസ്തീനിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട് മുസ്ലിം വംശഹത്യ. അതിനെ തടയാൻ പറ്റുന്നില്ല. മുസ്ലിം വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കാണ് ആയുധങ്ങൾ അധികമുള്ളത്. അവരുടെ സപ്പോർട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആരും തടയുന്നുമില്ല. വേൾഡ് കോർട്ടിന് അതിനെ തടയാനുള്ള അധികാരമില്ല. നമ്മൾ കാണുന്നത് എന്താണെങ്കിൽ മുസ്ലിം കൺട്രീസ് തന്നെ അതിൽ തടയാൻ മുന്നോട്ട് വരുന്നില്ല. ഇന്ത്യയിൽ അത് നടക്കുമെന്നാണ് ഈ വംശഹത്യ വാച്ചിൻ്റെ പ്രഡിക്ഷൻ. അടുത്ത് നടക്കുമെന്നാണ് പ്രഡിക്ഷൻ. അതിൻ്റെ സയൻസ് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നാമത്തത് അഗ്നിവീർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഗ്നിവീർ എന്ന് പറയുന്ന ഒരു മിലിറ്ററി 70% ആളുകളെ 30% എടുത്തിട്ട് 70% പുറത്ത് കളയും. ഈ അഗ്നിവീർ മലേഷ്യ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും കലാപം വന്നു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കാൻ. ഇന്ത്യൻ ആർമീനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ആർമി ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഈ റീജിയണൽ ലെവലിലാണ്. മദ്രാസ് റെജിമെൻറ്റ്, പഞ്ചാബ് റെജിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. You cannot use Punjab regiment in Kerala. There will be Madrasi insurgency within army. അപ്പോൾ ആർമീനെ ഉപയോഗിക്കാൻ വയ്യ. അപ്പോൾ അവർക്ക് ആർമിയുടെ ട്രെയിനിങ് ഉള്ള വളരെ വലിയൊരു ഗ്രൂപ്പ് ആവശ്യമാണ്. ആ ഗ്രൂപ്പിനെ ആയിരിക്കണം അവർ മുൻപേ തന്നെ കണ്ട് അഗ്നിവീർ എന്ന് പറയുന്ന ആ ഇതിനുണ്ടാക്കി കൊണ്ടുവരുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. അതൊന്ന് ഈ മുസ്ലിം വംശഹത്യക്കുള്ള ഒരുക്കങ്ങളായിട്ടാണ് വംശഹത്യ വാച്ച് അതിനെ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അപ്പോൾ ഗാന്ധിയുടെ പ്രയോഗം എവിടെയാണ്? ഈ നാസി ഫാഷിസ്റ്റ് നിയോ ഫാഷിസ്റ്റിനെ വയലൻസ് കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വയ്യ. നിയോ ഫാഷിസത്തിനെ നോൺ വയലൻസ് കൊണ്ട് മാത്രമാണ് തടയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഹമാസിന് ഇസ്രയേലിനെ തടയാൻ പറ്റില്ല, വയലൻസ് കൊണ്ട്. ഇസ്രയേലിനെ തടയണമെങ്കിൽ ആദ്യമായിട്ട് അത് ഒരു നോൺ വയലൻറ്റ് മൂവ്മെൻ്റ് അവിടെ നടത്തിക്കൊണ്ടുവരുന്നതായിരുന്നു. ഹമാസ് എടുക്കേണ്ടത് വയലൻസിന് പകരം അവരെ ധാർമ്മികതയിൽ ഊന്നിയ കൺസ്ട്രക്റ്റീവ് വർക്കേഴ്സ് അല്ലെങ്കിൽ സത്യാഗ്രഹികൾ ആവേണ്ടതായിരുന്നു. എൻ്റെ സജഷൻ ഗാന്ധിയാണ് ഇന്ത്യൻ മുസ്ലിമുകളുടെ
ശക്തി. ഗാന്ധി അല്ലാതെ ഈ ഒരു പോസിബിൾ വംശഹത്യ തടയാൻ വേറൊരു മാർഗമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഗാന്ധി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മുസ്ലിമുകൾക്ക് അവരെ സത്യാഗ്രഹികളായി മാറ്റാനുള്ള ഉപാധിയാണ് ഗാന്ധി. നമുക്ക് മുസ്ലിം സത്യാഗ്രഹികൾ ആവശ്യമാണ്. അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അവരെ സത്യാഗ്രഹത്തിൽ കൂടെ മാത്രമാണ് ഈ ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിനെ തടയാൻ പറ്റുള്ളൂ. വയലൻസ് കൊണ്ട് തടയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഗാന്ധി എന്ന് ചോദിച്ചാൽ അതും അതിലാവശ്യമായിട്ടുള്ള കാര്യമാണ്. മുസ്ലിമുകൾ സത്യാഗ്രഹ മുറ പഠിച്ച് സത്യാഗ്രഹ മുറയിൽ കൂടെ ഈ ഫാഷിസ്റ്റ് ഗ്രൂപ്പിനെ, അവരുടെ വംശഹത്യയ്ക്ക് തയ്യാറെടുക്കുന്ന ഫാഷിസ്റ്റ് ഗ്രൂപ്പിനെ അവർക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് മാത്രമേ തടയാൻ പറ്റുള്ളൂ. അവർ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഇരട്ടി വയലൻ്റ് ആവും. ഇസ്രയേലിൽ നടക്കുന്ന, പാലസ്തീനിൽ നടക്കുന്ന അതേ സംഭവം. എന്തുകൊണ്ട് ഗാന്ധി എന്ന് ചോദിച്ചാൽ ഇതും അതിലെ പാർട്ടാണ്. ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരികളും അവരത് കാണിച്ചു തന്നു. ഷാഹിൻ ബാഗിൽ നമ്മൾ കണ്ടതാണ്. നോൺ വയലൻ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്താം. അതാണ് ശക്തമായ പ്രൊട്ടസ്റ്റ്. ആ ഗാന്ധി ബേസിലുള്ള പ്രൊട്ടസ്റ്റ് ആ കോവിഡ് വന്നതുകൊണ്ടാണ് അതില്ലാതെയായത്. ആ പ്രൊട്ടസ്റ്റിനെതിരായിട്ട് ഫാഷിസ്റ്റ് നടത്തിയതാണ് ഡൽഹി റയോട്ട്സ്, വയലൻ്റ് ആയിട്ടുള്ള ഡൽഹി റയോട്ട്സ്. അവർക്കെതിരായിട്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഗാന്ധി വേണം. അവർ ഗാന്ധിയെ എടുത്ത് ഗാന്ധിയുടെ നോൺ വയലൻ്റ് സത്യാഗ്രഹം അവരുടെ ജീവിത മാർഗമാക്കി മാറ്റി 5 കൊല്ലം കൊണ്ട് സാധിക്കും. 5 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ട് അവർ സത്യാഗ്രഹികളെ മാറിയാൽ ഈ വയലൻ്റ് ആയിട്ടുള്ള ഫാഷിസ്റ്റ് ഗ്രൂപ്പിനെ പുറത്താക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ള പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം. ടൈമായി. താങ്ക് യു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും സമകാലിക പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഗാന്ധി എന്ന ചോദ്യത്തിന് അർത്ഥസാന്ദ്രമായ ഭാഷ കൊണ്ടും അർത്ഥം കൊണ്ടും മറുപടി പറഞ്ഞ ഡോക്ടർ കെ പി ശങ്കരനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തൻ്റെ ജീവിതം മുഴുവനും ഗാന്ധിയുടെ ശുദ്ധചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ അരവിന്ദാഷിൻ്റെ PhD തീസിസ് തന്നെ ഗാന്ധിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ സമകാലിക ജീവിതവുമായി മുഴുവനും ഒരു അസ്വസ്ഥമായ മനസ്സോട് ഇതെല്ലാം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഡോക്ടർ അരവിന്ദാഷിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൃഷ്ണനായർ മാഷ്, ശങ്കരൻ മാഷ്, ഷിനാസ്, പിന്നെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒരു ഭയചകിതമായ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഭയമാണ് നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭയത്തിനെതിരായിട്ടുള്ള ഒരു നിർഭയത്തിൻ്റെ തത്വശാസ്ത്രം, നിർഭയനായിരിക്കുക എന്ന തത്വശാസ്ത്രമാണ് ഗാന്ധി തൻ്റെ ജീവിതത്തിലൂടെയും ദർശനത്തിലൂടെയും മുന്നോട്ട് വെച്ച ഒരു കാര്യം. ഇത് ഗാന്ധിയെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ 1948 ജനുവരി 30 ഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ ഗാന്ധിയുടെ സഹചാരിയായ മനു ഡയറിയിൽ രേഖപ്പെടുത്തിയത് ഹേ രാമ ഹേ റാ എന്നുള്ള അവസാന വാക്കുകളാണ്.
വാസ്തവത്തിൽ ഈ രാമധാതു എന്ന് പറയുന്നത് ഗാന്ധിയിൽ കിട്ടുന്നത് ഗാന്ധി 6 വയസ്സുള്ളപ്പോഴാണ്. 6 വയസ്സുള്ള ഗാന്ധി മഹാപേടിത്തൊണ്ടനായിരുന്നു. ഇരുട്ടിനെ പേടിച്ചിരുന്നു. ഇരുട്ടിലെ ഭൂതപ്രേത പിശാചുക്കളെ പേടിച്ചിരുന്നു. ആ ഭൂതപ്രേത പിശാചുക്കൾ പോകാനായി ഗാന്ധി കുടുംബത്തിൻ്റെ ആയയായ രംഭ പറഞ്ഞു കൊടുക്കുന്നതാണ് രാമനാമം ജപിക്കുക എന്നുള്ളത്. ആ രാമനാമം അല്ലെങ്കിൽ രാമധാതുവാണ് ഒരു ലിബറേറ്റിംഗ് ഫോഴ്സായി വ്യക്തിയുടെ സമൂഹത്തിൻ്റെ ആഗോളതലത്തിലുള്ള വിമോചനത്തിൻ്റെയൊക്കെ ഒരു ധാതുവായി ഗാന്ധി പരിണമിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ധാതുവാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ധർമ്മധാതു എന്ന് പറയുന്നത്. ഈ ധർമ്മധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർ എന്ന പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോസ്മിക് ലോ അനുസരിച്ച് പ്രപഞ്ചബോധത്തെ താങ്ങി നിർത്തുകയോ അതിനെ നിലനിർത്തുകയോ ചെയ്യുന്ന ബോധമെന്നാണ്. അതായത് പ്രപഞ്ചത്തിലെ ജൈവവും അജൈവവുമായ എല്ലാ ചേതനവും അചേതനവുമായ എല്ലാറ്റിനെയും സ്പർശിച്ചറിയാനുള്ള, അതിനെ തിരിച്ചറിയാനുള്ള, അത് ഞാനാണെന്ന് തിരിച്ചറിയാനുള്ള അകമേയുള്ള അറിവാണ് ഈ പ്രപഞ്ചബോധം അല്ലെങ്കിൽ ഈ എന്ന ധർമ്മ എന്ന് പറയുന്നത്. ഇതൊരു ഹിന്ദു വാക്കായിട്ടല്ല, വേറെ ബുദ്ധൻ്റെ നികായങ്ങളിൽ നിന്നാണ് ഗാന്ധിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധി അപാരമായ വായനയുള്ള ഒരാളായിരുന്നു. ഏകദേശം 5000 പുസ്തകങ്ങളെങ്കിലും അദ്ദേഹം വായിച്ച് കുറിപ്പെടുത്തിട്ടുള്ളതായിട്ടാണ് എൻ്റെ വായനയിലൂടെ മനസ്സിലായിട്ടുള്ളത്. ആ വായനാനുഭവങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയുമാണ് ഗാന്ധി തൻ്റെ ഓരോ ദർശനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മുന്നോട്ടുള്ള പോക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു തലത്തിലാണ് ഗാന്ധി 1909 ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകം എഴുതുന്നത്. ഈ ഹിന്ദു സ്വരാജിൻ്റെ പ്രത്യേകത എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്ത് പ്രബലമായിരുന്ന ഹിംസാ സംസ്കാരത്തിൻ്റെ വക്താക്കളായ വി ഡി സവാർക്കർ, ശ്യാംജി കൃഷ്ണവർമ്മ തുടങ്ങിയ ആളുകൾക്ക് എതിരായിട്ടുള്ള അവരോടുള്ളൊരു ഡയലോഗായിട്ടാണ്, ഒരു സംവാദമായിട്ടാണ് വാസ്തവത്തിൽ ഇത് ഗാന്ധി എഴുതിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംവാദ രൂപത്തിലുള്ള പുസ്തകത്തിൽ 2 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മുമ്പിലുള്ളത്. ഒന്ന്, ശങ്കരൻ മാഷ് പറഞ്ഞോളം പാർലമെൻ്ററി ജനാധിപത്യത്തെപ്പറ്റി അതിൽ നിശ്ചിതമായ വിമർശനമുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൽ തീവണ്ടിയെ പറ്റിയിട്ടുള്ള അതിനിശ്ചിതമായ വിമർശനമുണ്ട്. അതുപോലെ തന്നെ യന്ത്രത്തെ പറ്റിയിട്ടുള്ള വിമർശനമുണ്ട്. ഈ തീവണ്ടി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ അത് വേഗത്തിൻ്റെ, അതിവേഗത്തിൻ്റെ, നമ്മളെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന, നമ്മളെയെല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിർമ്മിത ബുദ്ധിയുടെ, നമ്മളുടെ എല്ലാം മൊബൈൽ തലത്തിലുള്ള, നമ്മളുടെ തലയിണച്ചോട്ടിൽ പോലും വെക്കേണ്ട നമ്മുടെ തലയിണച്ചോട്ടിൽ മൊബൈലായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാലത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വേഗത. നമ്മിൽ നിന്ന് നമ്മളുടേതായ എല്ലാ സത്തയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ആറ്റിക്കളഞ്ഞ് അത് മറ്റൊരു ശക്തിക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് വേഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വേഗത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്നത് ഞാൻ യന്ത്രത്തിനെതിരല്ല, യന്ത്രം മനുഷ്യൻ്റെ കീഴിലാവണം, യന്ത്രം മനുഷ്യനെ കീഴടക്കുന്നത് ആഗ്രഹമെന്നാണ്. ഇന്നത്തെ പത്രത്തിലൊരു വലിയ വാർത്തയുണ്ട്, ഗംഭീരമായ ഒരു വാർത്തയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ശതകോടീശ്വരൻ ഒരു പുതിയ കണ്ടുപിടുത്തത്തിലൂടെ നമ്മളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ എല്ലാം തന്നെ റിമോട്ട് തലത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിൽ ചില വൈദ്യശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഡിക്റ്റേറ്റർഷിപ്പിന് ഒരു സർവീലൻസ് ഡെമോക്രസി ക്യാപിറ്റലിസത്തിനുള്ള ഏറ്റവും നല്ല ഒരു സാധനമായിട്ടാണ് അത് മാറുക. ഈ 1909 ഗാന്ധി ഈ ഹിന്ദു സ്വരാജ് എഴുതുന്നത് ഈ 2 കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിന് ഗാന്ധിക്ക് ഉള്ള അനുഭവ പരിജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാന്ധിയുടെ കാലത്ത് 5 നൂറ്റാണ്ടുകളായിട്ടുള്ള കൊളോണിയലിസത്തിൻ്റെ, നവനാഗരികതയുടെ, ആധുനിക നാഗരികതയുടെ, അത് യൂറോപ്യൻ്റെ എൻലൈറ്റൻ്റ് മൂവ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഗാന്ധി പുതിയൊരു യൂറോസെൻട്രിക് ആയിട്ടുള്ള നാഗരികതയ്ക്ക് പകരമായിട്ട് ഒരു പുതിയ
സാംസ്കാരിക രൂപം, പ്രതിരോധ രൂപം, രാഷ്ട്രീയ രൂപം, സാംസ്കാരിക രൂപം ഉണ്ടാക്കുകയാണ് ഈ 1909 എഴുതിയിട്ടുള്ള ഈ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലൂടെ ഗാന്ധി ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അൾട്രാ ഇൻ്റലിജൻസ്, നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, അൾട്രാ ഇൻ്റലിജൻസിലൂടെ ഒരു യന്ത്രം രൂപപ്പെട്ട് കഴിയാനായിട്ട് അധികം കാലം ആവശ്യമില്ല. അത് രൂപപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സർഗാത്മകതയെയും ക്രിയാത്മകതയെയും പിന്നിലാക്കുന്ന ഒരു യന്ത്രം ഭൂമിയിൽ ഉണ്ടാവുകയാണ്. ഈ യന്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ മനുഷ്യകുലത്തിൻ്റെ നാശമായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ നാശത്തിനുള്ളത്. മറ്റൊരു ഭാഗത്ത് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ 2023 എന്ന് പറയുന്നത് ആഗോള താപനത്തിൻ്റെ ഒരു ലക്ഷം വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചൂടാണ് 2023 എന്ന് 2 ദിവസം മുമ്പുള്ള ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം നമ്മളുടെ ഭൂമി ജ്വരബാധിതയാണ്, ചുട്ടുപഴുക്കുകയാണ്, ഭൂമിക്ക് പനിക്കുകയാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പനി, ഭൂമിയുടെ ജ്വരബാധിതമായ ഈ പനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ 2004 ഒരു പനി ഉണ്ടായതിൻ്റെ കാരണം ഒരു കുടച്ചിലാണ് സുനാമിയിലൂടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് മുഴുവൻ കണ്ടത്. അത് സംഭവിക്കുകയാണെങ്കിൽ 1600 50 കോടി ജനസംഖ്യ ഉണ്ടായിരുന്ന ലോക ജനസംഖ്യ 2088 800 കോടിയായി, 2100 എത്തുമ്പോഴേക്കും 100 കോടിയായി മാറും. 100 കോടി താഴേക്ക് വരും. അതിന് കാരണം ഈ ഭൂമി ജീവിക്കാൻ പറ്റാത്ത അത്ര തലത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇതിനെ ജോർജ് ലവ്ലോക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ റിവഞ്ച് ഓഫ് ഗയ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. റിവഞ്ച് ഓഫ് ഗയ എന്ന് പറയുന്നത് ഗയയുടെ പ്രതികാരം എന്നാണ് അതിൻ്റെ മലയാളത്തിലേക്ക് നമുക്ക് പറയുമ്പോൾ ഉള്ള ഒരു അതിന് ചെറിയൊരു ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ഒട്ടകം, ഒരു മരുഭൂമിയിലെ ഒരു ഒട്ടകം 40 ഡിഗ്രി പകൽ ചൂട് സമയത്ത് അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കളയാതെ സൂക്ഷിച്ചുകൊണ്ട് അന്തരീക്ഷോഷ്മാവിനെ ശരീരോഷ്മാവിലേക്ക് നോക്കിക്കൊണ്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ 34 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് താഴുമ്പോഴും ഈ ഒട്ടകത്തിനൊന്നും സംഭവിക്കുന്നില്ല. അത് ആ അന്തരീക്ഷത്തിലെ ചൂടിനെ വ്യത്യസ്തമായി ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ തലത്തിലൂടെ ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഭൂമിയുടെ അവസ്ഥ വാസ്തവത്തിൽ ഈ ഗയ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയിലെ ജൈവമണ്ഡലവും അതിനോട് പൂരകമായിട്ടുള്ള മൂലഘടകങ്ങളായ മണ്ണ്, വായു, കാറ്റ്, അഗ്നി എല്ലാം തുടങ്ങിയിട്ടുള്ള പുഴ എല്ലാം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളും പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന ഒരു വലിയ ഓസ്മോസിസ് നടക്കുമ്പോഴാണ് ഭൂമി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തിലേക്ക് പോകുന്നത്. ഇന്ന് ഭൂമി ആ അവസാനത്തെ ഘട്ടത്തിലേക്ക്, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണുള്ളത്. ഈ ഭൂമി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ നാട്ടിൽ, അതായത് 100 വർഷത്തിൽ കൂടുതൽ ഇനി ഭൂമി ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു തലത്തിലേക്ക്, ഒന്നിലോ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അൾട്രാ ഇൻ്റലിജൻസിലൂടെ ഭൂമി അവസാനിക്കും, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ താപനത്തിൻ്റെ നില കൊണ്ട് ഭൂമി അവസാനിക്കും. ഈ തലത്തിലാണ് നമ്മളുടെ നാട്ടിലും ലോകത്തിലും എല്ലാം തന്നെ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഈ മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഭാഷയെ കൂട്ടുപിടിച്ചുകൊണ്ട്, മനുഷ്യനെ പല ഘടകങ്ങളായി വിഭജിച്ചുകൊണ്ട്, തമ്മിലടിച്ച് ചോരപ്പുഴ പുഴുക്കിക്കൊണ്ട് വളരെ വൃത്തികെട്ട മലീമസമായ തരത്തിലുള്ള ഒരു തലത്തിലേക്ക് പോകുന്നത്. ഇത് ഗാന്ധി പറയുന്നത്, ഇത് ഈ നവനാഗരികതയെ, ആധുനിക നാഗരികതയെ ഗാന്ധി വിശേഷിപ്പിച്ചത് സത്താനിക് നാഗരികത എന്നാണ്. സത്താനിക് സിവിലൈസേഷൻ എന്ന വാസ്തവത്തിൽ ഇന്ന് നടക്കുന്നത് ചെകുത്താൻ്റെ നാഗരികതയിൽ വിശ്വസിക്കുന്ന, വ്യവസ്ഥിതിയിൽ വിശ്വസിക്കുന്ന സത്താനിക്കായിട്ടുള്ള ആളുകളുടെ ഒരു ഭരണമാണ് ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് തെരുവുകളിൽ മുസ്ലിമുകൾ കൊല്ലപ്പെടുന്നു, മണിപ്പൂരിൽ ഗോത്രവർഗ്ഗക്കാർ കൊല്ലപ്പെടുന്നു, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു, ദളിതുകൾ കൊല്ലപ്പെടുന്നു, ആദിവാസികൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ 600 കൊല്ലമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വംശീയ ഹത്യകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഇവിടെ നടക്കുന്നത്. ഇത് രാമൻ്റെ പേരിലാവാം, നാളെ അത് കൃഷ്ണൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ നാളെ വേറൊരു ഇതിൻ്റെ പേരിലാവാം. പക്ഷേ ഇവിടെയൊന്നും ഇവർ യഥാർത്ഥത്തിലുള്ള വികസനത്തിനെയോ യഥാർത്ഥത്തിലുള്ള അതായത്
ഭൂമിയെ നിലനിർത്തുന്നതിനായിട്ടുള്ള വികസനത്തിൻ്റെയോ ആ രീതിയിലുള്ള ദർശനത്തിൻ്റെയോ ഭാഗമായിട്ട് ഒരു തലത്തിലും ഇവർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള നശീകരിക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ സത്താനിക് സിവിലൈസേഷൻ്റെ ആളുകളുടെ ഒരേ ഒരു ലക്ഷ്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ പള്ളികൾ നശിപ്പിച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക, പാർലമെൻറ്റിൻ്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നശിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ സർഗാത്മകമായ ഒരു പ്രവർത്തനം ഈ 10 കൊല്ലത്തിനുള്ളിൽ ഈ സത്താനിക് സിവിലൈസേഷൻ്റെ വ്യവസ്ഥ, ഈ സത്താനിക് സിവിലൈസേഷൻ്റേതായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. അപ്പോൾ ആ സത്താനിക് സിവിലൈസേഷൻ്റെ ആളുകൾ നമ്മളെ ഭയപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മളും ഭയചകിതരായി, അല്ലെങ്കിൽ ആ വിശ്വാസം ഇതാണ് വിശ്വാസമെന്ന് അവരെ കൊണ്ട് അവർ പറയുന്നിടത്ത് നമ്മളുടെ സ്വാതന്ത്ര്യം, വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യവും അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ കൈയും കെട്ടി ഈ നിർമ്മിത ബുദ്ധിയുടെയോ നമ്മളുടെ മൊബൈലിൻ്റെയോ കൂടെ നടന്നുകൊണ്ട് നമ്മളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഭയാനകമായൊരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലത്ത് അത് സാമ്രാജ്യത്വമായിരുന്നെങ്കിൽ പിന്നെ നവകൊളോണിയസമായി, പിന്നെ ആഗോളീകരണമായി, ഉദാരവൽക്കരണമായി, ചങ്ങാത്ത മുതലാളിത്തമായി. ഇന്ന് 1% കോർപ്പറേറ്റുകൾക്ക് ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു തലത്തിലൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് രാമൻ എന്ന് പറയുന്ന ശങ്കരമാഷ് പറഞ്ഞോണം സവാർക്കറിൻ്റെ വെല്ലുവിളിക്കുന്ന പൗരുഷരാമനെ ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള ചോരപ്പുഴകളിലൂടെ അധികാരത്തിലേക്ക് കയറാനുള്ള പടവ് മാത്രമായിട്ട് മാറ്റുമ്പോൾ നമ്മൾ ഏത് രാമനാണെന്ന് നമ്മളുടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കറിയാതെ അവരിതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ബാധ്യത ആയിത്തീരുകയാണ്. ആദ്യം തന്നെ നമ്മളുടെ ഹിന്ദു സഹോദരന്മാർ പറയണത് ഇതല്ല നിങ്ങളുടെ രാമൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന രാമൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഗതിയാണ്. ഈ രാമൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നൊരു സീതയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു, സീതയുടെ അടുക്കള എന്ന് പറഞ്ഞ്. അതിനെപ്പറ്റി ഇവർ ഒരാളും ഒരു അക്ഷരം പറയുന്നില്ല. ഈ സീത എന്ന് പറയുന്നത് ഉർവരതയുടെ, ജൈവികതയുടെ ഒരു പ്രതിരൂപമാണ്, സ്ത്രീരൂപമാണ്, സ്ത്രൈണതയാണ്. ഈ സ്ത്രൈണതയെ ഇന്ന് അപമാനപ്പെടുത്തുകയാണ് ബിൽക്കി ബാനു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ. 22 കൊല്ലമായി ഒരു മനുഷ്യ സ്ത്രീയെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഒരു പരിധിവരെ ജുഡീഷ്യറികളും എല്ലാ മാധ്യമങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു സ്ത്രീയെ 22 കൊല്ലമായി ഒരു സ്ത്രീയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടൽ നമ്മളുടെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ടാണ്. അതാണ് നമ്മൾ നിർഭയരാകേണ്ട ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. നമ്മൾ ഭയചകിതരാകാതെ നിർഭയരായി സ്വാതന്ത്ര്യത്തോടെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ അവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മളുടെ ഈ സത്താനിക് സിവിലൈസേഷൻ്റെ എതിരായിട്ട് ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള സത്യാഗ്രഹ സമരങ്ങളെന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇത് രാഷ്ട്രീയ സമരങ്ങളാവുമ്പോൾ തന്നെ ചമ്പാരനിലായാലും തുടർന്നുള്ള എല്ലാ ദിക്കിലുള്ള സമരങ്ങളായാലും തന്നെ അത് മറുനിലയ്ക്ക് ഓരോ സാംസ്കാരിക വിപ്ലവങ്ങളായിരുന്നു. ശങ്കരമാഷ് പറഞ്ഞതുപോലെ ഒരു യൂറോസെൻട്രിക്കായി അല്ലാത്ത മറ്റൊരു നമ്മളുടെ നാട്ടിലെ നമ്മളുടെ വിവിധ ഭാഷകളുടെ, വൈവിധ്യങ്ങളുടെ, സംസ്കൃതികളുടെ മണ്ണിൽ നിന്ന് രൂപപ്പെട്ട നാട്ടറിവുകളുടെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഇതിലൂടെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വികസനത്തെയാണ് ഗാന്ധി ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലൂടെ, രചനാത്മക പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമും ഫീനിക്സ് സെറ്റിൽമെൻറ്റ്, ഇന്ത്യയിലെ സബർമതി ആശ്രമം, സേവാഗ്രാം തുടങ്ങിയതല്ല. ഒരു ഭാഗത്ത് അത് പൊളിറ്റിക്കലായിട്ടുള്ള തലത്തിലേക്ക് പോകുമ്പോൾ മറുഭാഗത്ത് അത് സാംസ്കാരിക വിപ്ലവമായി മാറുന്നു, കൾച്ചറൽ റവല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഈ കൾച്ചറൽ റവല്യൂഷൻ്റെ വിത്ത് എന്ന് പറയുന്നത് വളരെ ധാർമ്മികമായ തലത്തിൽ നിന്ന് ഗാന്ധിയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ഗാന്ധി ഒരു മതത്തിൻ്റെയും ആളല്ല. ഗാന്ധി പറയുന്നത് എൻ്റെ നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഓൾ റിലീജിയൻ എന്നാണ്. എല്ലാ മതങ്ങളുടെയും അന്ത്യമാണ് എൻ്റെ അഹിംസ എന്ന് പറയുന്നത്. ആ അഹിംസ, ആ മതം അങ്ങനെയുള്ളൊരു മതമാണെങ്കിൽ ഗാന്ധിയെ ശങ്കരമാഷൊക്കെ പറയാറുള്ളത് പോലെ ഒരു നാസ്തികൻ എന്ന് വിളിക്കാം. ഗാന്ധി വാസ്തവത്തിലൊരു നാസ്തികനാണ്.
എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ തലത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുകയും നമ്മളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ നിർഭയരായിട്ട് നമ്മൾ നമ്മളുടെ ആളുകളോട് ഓരോ കാര്യങ്ങൾ, രാമൻ എന്താണ്, ജനാധിപത്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയുടെ കാര്യങ്ങൾ എന്താണ്, ലവ് ജിഹാദ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ, ഇവർ പറയുന്ന നുണകൾക്ക് എല്ലാം തന്നെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലൂടെ നമ്മൾ ഇവരോട് പറഞ്ഞ് ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളോട് പറയേണ്ടി വരും. എത്ര സോഷ്യൽ മീഡിയയിലും നുണയന്ത്രങ്ങളിലൂടെ പറഞ്ഞു വന്നാലും വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷേ വസ്തുനിഷ്ഠത കൂടാതെ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം മോഡിയെ ചീത്ത പറഞ്ഞോട്ടോ അമിത്ഷാനെ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ സത്താനിക്കായിട്ടുള്ള ഈ സിവിലൈസേഷനെതിരായിട്ടുള്ള ധാർമ്മികമായ സാംസ്കാരികമായ ഒരു വിപ്ലവം കൊണ്ടുവരികയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മളുടെ സ്ഥിതി എന്താണെന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ കേരളത്തിൻ്റെ ക്രൂസിബിളിൽ നിന്നുകൊണ്ട് ഈ സത്താനിക് സിവിലൈസേഷനെ എതിർക്കാനായിട്ടുള്ള ഒരു ഗഡ്സ്, ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ഒരു നിർഭയത്വം നമുക്ക് ഉണ്ടാകാനായിട്ടുള്ളൊരു മണ്ണാണ് കേരളം. ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ 6-7 കൊല്ലമായി ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെടുത്താലും അവിടെയും UAPA അനുസരിച്ചിട്ട് കുറേ ആൾക്കാരെ തടവിലിട്ടുണ്ട്, ഇവിടെയും കുറേ ആൾക്കാരെ 2-3 ആൾക്കാരെ തടവിലിട്ടുണ്ട്. രണ്ടും ഒരേ തരത്തിലാണ് നടക്കുന്നത്. ഒരു പക്ഷേ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, ഈ വലിയ ചെകുത്താൻ്റെ മുമ്പിൽ ഈ ചെറിയ ചെകുത്താനെ പറ്റി നിങ്ങൾ മിണ്ടാതിരിക്കണം. കാരണം ഇതാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമുക്കുള്ള ഊർജ്ജം പോകുന്ന പറയുക. അങ്ങനെ ഊർജ്ജമൊന്നുമില്ല. നമ്മൾ ധാർമ്മികതയിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് 2 ഫാസിസവും 2 ചെകുത്താൻ വ്യവസ്ഥിതികളും തെറ്റാണെന്ന് തന്നെയാണ്. അതിനൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നവകേരള യാത്ര ഇവിടെ നടക്കേണ്ടായി. ഈ നവകേരള യാത്രയിലൂടെ നമുക്ക് വേണ്ടിയിരുന്നത് ഈ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചെകുത്താൻ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ളൊരു പ്രതിരോധം തീർക്കേണ്ട ഒരു യാത്രയായിട്ട് നമ്മളുടെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് പകരം അത് മാറിപ്പോയത് എങ്ങനെയാണ്? പൂച്ചട്ടി കൊണ്ട് അതിനെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ തലയിലടിച്ച് പൊട്ടിച്ചിട്ട് അത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് അതിൻ്റെ അമരക്കാരൻ വിളിച്ചു പറയുമ്പോൾ വേദനാജനകമായൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കതിനൊരു തടസ്സമില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, കോഴിക്കോട് വെച്ചിട്ട് ഒരു DYSP ഒരു യുവാവിനെ തല കുനിച്ച് നിർത്തി ശ്വാസം മുട്ടിച്ച് ഇടിച്ചു കൊല്ലുമ്പോൾ ഈ ആളുകൾ തന്നെയാണ് ജോർജിലയോട് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായി ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ഇവിടുത്തെ ഈ കുട്ടികൾ തന്നെയാണ് DYFIയിലെയും SFIയിലെയും കുട്ടികളാണ് തെരുവിലിറങ്ങി സിന്ദാബാദ് വിളിച്ചത്. ഇവിടെ സംഭവിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും വരുമോ? ഈ യുവജന സംഘടനയിലെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? എന്താണ് അവർക്ക് നട്ടല്ലെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് ധാർമ്മികമായി അതപ്പതിച്ച കാര്യമാണ്. ഇവിടുത്തെ എഴുത്തുകാർ ചെയ്യണം. എല്ലാ എഴുത്തുകാരും അവരുടെ ലാവണങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ഇത് തെറ്റാണെന്ന് പറയണം. ഇത് തെറ്റാണെന്ന് മാത്രമല്ല, ഇത് അധാർമികമാണ്, ഇത് അനീതിയാണ്, അസമത്വമാണ്, ഈ അക്രമത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് ഒരു തിരുത്തൽ സംഘമായി ഈ കേരളത്തിലെ എഴുത്തുകാർക്ക് സാധിക്കുന്നില്ല. ആ എഴുത്തുകാരുടെ സംഘടനയുടെ അതിൻ്റെ ഒരു പ്രകടിത രൂപമായ ഈ സമ്മേളനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ഈ സമ്മേളനം അതിൻ്റെ ഒരു വേദിയായി, അതിൻ്റെ ഒരു തുടക്കമായി മാറണമെന്നാണ് എനിക്ക് എൻ്റെ സഹ എഴുത്തുകാരോട് പറയാനുള്ളത്. ഒരു കാലത്തും നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കരുത്, അതിനെതിരായിട്ട് നിൽക്കണം. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിൽക്കൂ, ധാർമ്മികമായതിന്, നീതിക്ക് അനുകൂലമായതിന് നിൽക്കൂ. അല്ലാത്ത കാര്യത്തിന് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അവാർഡുകൾ ഉണ്ടാവില്ല, സ്ഥാനങ്ങളുണ്ടാവില്ല, പണമുണ്ടാവില്ല. പക്ഷെ അത് നോക്കണ്ട. എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നിങ്ങൾക്ക് മനസ്സിലാവും. ആദിവാസികളും ദളിതരുമായിട്ടുള്ള ഒരുപാട് മനുഷ്യർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അല്ലെങ്കിൽ ഉണ്ടാകണ്ട, നിങ്ങളില്ലാതെ പോട്ടെ, നിങ്ങളുടെ പാദസ്പർശം ഈ ഭൂമിയിൽ ഇല്ലാതെ പോട്ടെ. പക്ഷേ ഈ അധാർമികതയ്ക്കെതിരെ കൂട്ടുനിൽക്കില്ല എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം എൻ്റെ സഹ എഴുത്തുകാർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കേന്ദ്രത്തിലെയും അവരുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അധാർമികതയ്ക്കെതിരെ, ആ ചെകുത്താൻ വ്യവസ്ഥയ്ക്കെതിരെ നമുക്ക് പോരാടാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യന്ത്രങ്ങളുടെ ടിറണിയെക്കുറിച്ചും സാത്താനിക് ഭരണകൂടത്തെക്കുറിച്ചും സമകാലിക ജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യത്തെക്കുറിച്ചും എഴുത്തുകാരുടെ ധാർമ്മിക ബാധ്യതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ അരുണാക്ഷൻ നന്ദി. പ്രഭാഷണം നടത്താൻ പ്രൊഫസർ സിയാസിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ KP ശങ്കരൻ, ഡോക്ടർ K അരവിന്ദാക്ഷൻ,
സദസ്സിലിരിക്കുന്ന വളരെ ബഹുമാനീയരായ സുഹൃത്തുക്കളെ, ഞാൻ അടിയന്തരാവസ്ഥയുടെ പതിറ്റാണ്ടിൽ ജനിച്ച വ്യക്തിയാണ്. ആയിരത്തി 1975 ജൂൺ മാസത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഏതാണ്ട് 10-21 മാസത്തോളം നീണ്ടുപോയ കാര്യവും അക്കാലത്ത് നടന്ന അകൃത്യങ്ങളും നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് നടത്തിയ താണ്ഡവങ്ങളുമൊക്കെ വായിച്ച് അറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ആ തലമുറയിൽപ്പെട്ട പ്രതിനിധിയാണ് ഞാൻ. അതൊക്കെ വായിക്കുമ്പോൾ ഇന്ന് പലരും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യയിലെ ഭരണത്തെപ്പറ്റി പറയാറുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെപ്പറ്റി പറയാറുള്ളത്, ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്നാണ്. പക്ഷേ 1975 മുതൽ ഏതാണ്ട് 77 വരെ 10-21 മാസം നീണ്ടു നിന്ന പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ നൃശംസമായ അല്ലെങ്കിൽ ഭീകരമായ അടിയന്തരാവസ്ഥ സമമായ അന്തരീക്ഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന പ്രയോഗം പോലും വളരെ ഇന്നത്തെ പരിതോവസ്ഥയെ, രാഷ്ട്രീയ സാമൂഹിക പരിതോവസ്ഥയുടെ നിസ്സാരവൽക്കരണമാണ്, ലളിതവൽക്കരണമാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനുവരി 22 നടന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്പെക്ടക്കിൾ, രാഷ്ട്രീയ കെട്ടുകാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ് 2023 മെയ് 28 മറ്റൊരു മഹാമഹം. അതൊക്കെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം. 2020 ഓഗസ്റ്റ് 5 അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ ഒക്കെ നടക്കുന്നത്. ഇതിലെയൊക്കെ കേന്ദ്ര കഥാപാത്രം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഭൂമി പൂജ നടത്തിയത് പ്രധാനമന്ത്രി. പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയും കുറേ സന്യാസിമാരും യാഗഹോമ യജ്ഞാദികളും നമ്മൾ കണ്ടതാണ്. രാമക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠാപന ചടങ്ങിലെ മുഖ്യ യജമാനൻ, മുഖ്യ കാർമ്മികൻ, ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ ഒരു മുഖ്യ പദവി കൈയാളുന്ന, മുഖ്യ പദവികളിൽ ഒന്നായ പ്രധാനമന്ത്രി സ്ഥാനം കൈയാളുന്ന നമ്മുടെ പ്രധാനമന്ത്രി. നോക്കൂ, ഇന്ത്യ എന്ന ഒന്നാം റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നപ്പോഴാണ്. രാമചന്ദ്ര ഗുഹ ഗാന്ധിയെപ്പറ്റി ഏറെക്കാലം പഠിച്ച് പഠന മനന ഗവേഷണങ്ങൾ നടത്തി മികച്ച ഗ്രന്ഥങ്ങൾ എഴുതിയ ചരിത്രകാരനാണ് രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഗാന്ധി ബിഫോർ ഇന്ത്യ, 1914 to 1948 വരെയുള്ള ഗാന്ധിയുടെ ഇയേഴ്സിനെ പറ്റി മറ്റൊരു പുസ്തകം, ധാരാളം എഴുതിയ ഗാന്ധി പണ്ഡിതനാണ്. അദ്ദേഹം രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശ്രദ്ധേയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാം റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യയുടെ
രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് വാസ്തവത്തിൽ 2024 ജനുവരി 22 നിർവഹിക്കപ്പെട്ടത്. അത് രാമക്ഷേത്ര പ്രതിഷ്ഠയോ ഒരു കേവലം മതചടങ്ങോ ആയിരുന്നില്ല. ഇന്ത്യ എന്ന രാഷ്ട്രം, ഇന്ത്യ എന്ന പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന രാഷ്ട്രം, ഇന്ത്യ എന്ന ഹിന്ദു ഫസ്റ്റ് കൺട്രി എന്ന ഒരു റിപ്പബ്ലിക്, മതരാഷ്ട്രമായി മാറ്റപ്പെടുന്ന പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര മത ചടങ്ങ്. രാഷ്ട്രത്തിന് മതമുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രാഷ്ട്രത്തിന് മതമില്ല. എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കുന്നു, എല്ലാ മതവിശ്വാസങ്ങൾക്കും പൂർണ്ണ വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നു. അതൊക്കെ ഭരണഘടനയിലുണ്ടെങ്കിൽ പോലും രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. ജനുവരി 22 പറയാതെ പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതം ഹിന്ദുയിസമാണെന്നല്ല, ഹിന്ദുത്വം. സവർക്കർ പണ്ട് 1920കളുടെ പ്രഥമ പാദത്തിൽ എഴുതിയ ഹിന്ദുത്വയാണ് രാഷ്ട്രത്തിൻ്റെ പ്രഥമ മതം, അതാണ് രാഷ്ട്രമതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രണ്ടാം മത റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് വാസ്തവത്തിൽ നിർവഹിക്കപ്പെട്ടത്. ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പാറക്കാല പ്രഭാകർ എല്ലാവർക്കും അറിയാം. പാറക്കാല പ്രഭാകർ പറഞ്ഞ ഒരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. 1980കളുടെ ഒടുവിലൊക്കെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്, രാഷ്ട്രീയ വ്യവഹാരം ചുറ്റിക്കറങ്ങിയ കുറ്റി സെക്യുലറിസം, മതനിരപേക്ഷത എന്ന കുറ്റിയായിരുന്നു. LK അദ്വാനിയൊക്കെ അന്ന് പറഞ്ഞിരുന്നത്, ഞങ്ങളാണ് പോസിറ്റീവ് സെക്യുലറിസ്റ്റുകൾ, നിങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളെ അപ്പീസ് ചെയ്യുന്ന, പ്രീണിപ്പിക്കുന്ന സെക്യുലറിസ്റ്റുകളാണ്, ഞങ്ങളാണ് പോസിറ്റീവ്, അപ്പീസ്മെൻ്റ് ഓഫ് നൺ, ഞങ്ങളാണ് പോസിറ്റീവ്. അപ്പോൾ കോൺഗ്രസിനെ പോലുള്ള അല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളായി രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞു, നിങ്ങൾ വ്യാജ സെക്യുലറിസ്റ്റുകളാണ്. സെക്യുലറിസമായിരുന്നു അന്ന് രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ കുറ്റി. ഒരു 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സർക്കിൾ, ആ വൃത്തം മൊത്തം ചുറ്റി വന്നപ്പോൾ സെക്യുലറിസം എന്ന പദപ്രയോഗം ഇല്ലാതാവുകയും ഇപ്പോൾ അവർ പറയുന്നു ഹിന്ദുത്വം, സെക്യുലറിസം അവർ ഉപയോഗിക്കുന്നില്ല. ദ സോ കോൾ സെക്യുലറിസ്റ്റുകൾ, കോൺഗ്രസ് അടക്കം പറയുന്നത്, ഞങ്ങളാണ് കൂടുതൽ നല്ല പ്യുവർ ഹിന്ദുസ്, ഞങ്ങളുടേതാണ് പ്യുവർ ഹിന്ദുയിസം. അതായത് സെക്യുലറിസം എന്ന ആ രാഷ്ട്രീയ വ്യവഹാര കുറ്റിയിൽ നിന്ന് അത് പാടെ കൈയൊഴിയുകയും ആ തൽസ്ഥാനത്ത് ആരാണ് നല്ല ഹിന്ദു, ആരാണ് കൂടുതൽ നല്ല ഹിന്ദു, ആരാണ് കൂടുതൽ ശുദ്ധ ഹിന്ദു എന്ന വ്യവഹാര പരിവർത്തനത്തിലേക്ക്, ട്രാൻസിഷനിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോൾ ഇന്നത്തെ വാർത്ത, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആനയിച്ചിരിക്കുന്നത് ചെങ്കോൽ ഏന്തിയാണ്. ചെങ്കോലോടെയാണ് വരവേൽപ്പ് അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. ചെങ്കോൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മധ്യകാലത്തിലെ രാജാധിപത്യം എന്ന് പറഞ്ഞാൽ സമഗ്രാധിപത്യമാണ്. അപ്പോൾ സമഗ്രാധിപത്യത്തിൽ അധിഷ്ഠിതമായ രാജാധിപത്യത്തിൻ്റെ പ്രതീകമാണ് ചെങ്കോൽ. അത് സ്ഥാപിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൽ സ്പീക്കറുടെ ചേംബറിൻ്റെ വലതുവശത്ത്. ആ ചെങ്കോൽ എടുത്തിട്ടാണ് ഇന്നലെ നമ്മുടെ രാഷ്ട്രപതിയെ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി ആനയിച്ചിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ക്രിസ്റ്റഫ് ജെഫ്ലോട്ടൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ മോഡീസ് ഇന്ത്യ എത്നിക് ഡെമോക്രസി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. പിന്നീട് ചില പ്രയോഗങ്ങൾ, ഇലക്ടറൽ ഡെസ്പോട്ടിസം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വഴി അധികാരത്തിലേറുന്ന സമഗ്രാധിപത്യം. ഇപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഇലക്ടറൽ തിയോക്രസി, തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു മതരാഷ്ട്രമായി മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ കൺമുമ്പിൽ അനുദിനം അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്.
ഈ ഒരു സന്ദർഭത്തിൽ ഗാന്ധിജി മതത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെ നോക്കിക്കണ്ടു എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അഖിൽ ബിൽഗ്രാമി നേരത്തെ ശങ്കരൻ മാഷ് ഉദ്ധരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം ഗാന്ധി ദ ഫിലോസഫർ എന്നാണ്. ബിൽഗ്രാമി ഒരു മതേതര മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ അച്ഛനുമൊക്കെ അത്രയും ആദരവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഗാന്ധിജിയെപ്പറ്റി അല്ല ബിൽഗ്രാമി ആദ്യം വായിക്കുന്നത്, നെഹ്റുവിനെ പറ്റിയാണ്. അപ്പോൾ ബിൽഗ്രാമി ആ പ്രബന്ധത്തിലോ മറ്റൊരു പ്രബന്ധത്തിലോ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു പ്രസിദ്ധീകരണം ആദ്യം ബിൽഗ്രാമിയോട് പറഞ്ഞു, നെഹ്റുവിനെ പറ്റി താങ്കൾ ഒരു നിരൂപണ പ്രബന്ധം എഴുതാമെന്നേറ്റു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ വീണ്ടും വിളിച്ചു പറഞ്ഞു, താങ്കൾ ഗാന്ധിയെ പറ്റിയും ഒരു നിരൂപണ പ്രബന്ധം എഴുതിയാൽ കൊള്ളാം. അപ്പോൾ ബിൽഗ്രാമി പറയുന്നത്, പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാർഡ്സ് കയറിയതിനു ശേഷം എവറസ്റ്റ് കയറാൻ പറയുന്നത് പോലെ തോന്നി എനിക്കപ്പോൾ എന്നാണ്. വെസ്റ്റേൺ ഗാർഡ്സ് നെഹ്റു ആണെങ്കിൽ എവറസ്റ്റ് കൊടുമുടി ഗാന്ധിജിയാണ് ബിൽഗ്രാമി പറയുന്നുണ്ട്, ഞാൻ ഗാന്ധിജിയെ പിന്നീടാണ് കൂടുതൽ ഗൗരവത്തോടെ വായിക്കുന്നത്. നെഹ്റുവിനേക്കാൾ കൂടുതൽ മൗലികത്വമുള്ള, അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർ കാണാത്ത ആംഗിളിലൂടെ കാര്യങ്ങൾ കാണാൻ ശേഷിയുള്ള, കൂടുതൽ അന്വേഷണത്വരയുള്ള തത്വചിന്തകൻ, ഫിലോസഫർ ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിജിയെപ്പറ്റി അദ്ദേഹം പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഗാന്ധിജിയുടെ ഒരു കാര്യം, ഗാന്ധി ദ ഫിലോസഫർ എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം, ഗാന്ധിജി ഇത്രമേൽ ഇന്ത്യയിലെ ബഹുജനങ്ങളെ ആകർഷിക്കാൻ കാരണം, വല്ലഭായ് പട്ടേലിനെയും നെഹ്റുവിനെയും പോലുള്ള സഹപ്രവർത്തകരെ തൻ്റെ പ്രഭാവത്തിൽ കൊണ്ടുവരാൻ കാരണം ഗാന്ധിജിയുടെ തത്വചിന്തയും അതുപോലെ തന്നെ രാഷ്ട്രീയവും സമന്വയം ഉത്ഗ്രഥിക്കപ്പെട്ടിരുന്നു. ഗാന്ധീസ് ഇൻ്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനവും തത്വചിന്തയും ഉത്ഗ്രഥിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഗാന്ധിജി ഇത്രമേൽ വിജയിക്കുമായിരുന്നില്ല. ഗാന്ധിജിയെ പറ്റിയുള്ള രണ്ട് സാമാന്യ ലളിതവൽക്കരണങ്ങൾ, ഒന്ന് ഗാന്ധിജി വളരെ തന്ത്രശാലിയായ, വളരെ ക്ലവറായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ്. മറ്റൊന്ന് പാശ്ചാത്യ ലോകത്ത് ഗാന്ധിജിയെ ഒരു ആൻറ്റി പൊളിറ്റിക്കൽ തിങ്കറായിട്ടാണ് കാണുന്നത്. രണ്ടും ശരിയല്ലെന്നും ഗാന്ധിജിക്ക് പല രാഷ്ട്രീയപരമായി ചില വൻ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നൊന്നും ബിൽഗ്രാമി പറയുന്നില്ല. ഗാന്ധിജിയുടെ ചില നിലപാടുകളൊക്കെ തെറ്റായിരുന്നു എന്ന് ബിൽഗ്രാമി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയെ സമഗ്രമായി വിലയിരുത്തിയാണ് ബിൽഗ്രാമി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം എഡ്വേർഡ് സെയ്ദിനെ പറ്റി പറയുന്നുണ്ട്. എഡ്വേർഡ് സെയ്ദ് പാശ്ചാത്യ ഓറിയൻ്റലിസം എന്ന അദ്ദേഹത്തിൻ്റെ 1978 പ്രസിദ്ധീകരിക്കപ്പെട്ട വിശ്വവിഖ്യാതമായ കൃതിയിൽ പാശ്ചാത്യ നാഗരികത, വെസ്റ്റേൺ സൊസൈറ്റി, വെസ്റ്റേൺ സിവിലൈസേഷൻ എങ്ങനെയാണ് ഓറിയൻറ്റിനെ തങ്ങളുടെ കണ്ണാടിയിലെ തലകുത്തി നിൽക്കുന്ന പ്രതിബിംബമായി, ഒരു സ്റ്റീരിയോ ടൈപ്പായി, എന്താണോ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ എല്ലാ മെച്ചങ്ങളും അതിൻ്റെ എല്ലാ അപകർഷ വശങ്ങളും ഓറിയൻറ്റിൽ ആരോപിക്കുന്ന ഇത് ചിത്രീകരിക്കുകയും എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു ഓറിയൻറ്റിനെ സൃഷ്ടിച്ചത്, അത് കൊളോണിയൽ അധിനിവേശം സുഗമമാക്കാനുള്ള ഒരു ശൃഗാല തന്ത്രവും ചതുരുപായവുമായിരുന്നു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ബിൽഗ്രാമി ഉയർത്തുന്നൊരു ചോദ്യം, എഡ്വേർഡ് സെയ്ദ് വാസ്തവത്തിൽ പാശ്ചാത്യ സംസ്കൃതി, പൗരസ്ത്യ സംസ്കൃതികളെ എങ്ങനെ വികലവും അപകർഷവുമായി ചിത്രീകരിച്ചു എന്നാണ്. പാശ്ചാത്യ സംസ്കൃതിയുടെ പ്രശ്നമെന്താണ് എന്ന മർമ്മപ്രധാനമായ ചോദ്യത്തിലേക്ക് എഡ്വേർഡ് സെയ്ദ് കടന്നു ചെല്ലുകയുണ്ടായില്ല. ഗാന്ധിജി നേരത്തെ പരാമർശിച്ച ഹിന്ദ് സ്വരാജിലാണ് പാർലമെൻ്ററി ഡെമോക്രസിയെപ്പറ്റി കടുത്ത വിമർശനം
അദ്ദേഹം ഉയർത്തുന്നത്. ഗാന്ധിജി പാശ്ചാത്യ നാഗരികതയുടെ ചില മൂലപ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയുണ്ടായി. അതിന് മറ്റൊരു തരത്തിലുള്ള ധാർമ്മിക ആത്മവിശ്വാസം, നൈതിക ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ബിൽഗ്രാമി പറയുന്നത്. അപ്പോൾ ബിൽഗ്രാമി തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഗാന്ധിജി തത്വചിന്തകനാണ് ശരി, പക്ഷേ ഗാന്ധിജിയുടെ ചിന്തയിൽ ചിന്താസ്ഥിരത നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം അദ്ദേഹം ശമ്പളം കൈപ്പറ്റിയ ഒരു ചിന്താസ്ഥിരത പാലിക്കാൻ ബാധ്യസ്ഥനായ തത്വചിന്തകനായിരുന്നില്ല. അന്നന്ന് കാണുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് സത്യം വിളിച്ചു പറയുകയായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട്, നവീകരിച്ചിട്ടുണ്ട്. ചില ആദ്യകാല നിലപാടുകൾ തള്ളിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഒരു അൺതിങ്കിങ് റേസിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കറുത്ത വർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന ചോളക്കഞ്ഞി ഇന്ത്യക്കാർക്ക് വേണ്ട എന്നൊക്കെ അദ്ദേഹം വാദിച്ചു നോക്കിയിട്ടുണ്ട്. ഇതേ ചോളക്കഞ്ഞി തന്നെ ആ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം സ്ഥാപിച്ച ജയിൽ മോചിതന് ആയ ശേഷം ടോൾസ്റ്റോയ് ഫാമിലോ അന്ന് അതേ ചോളക്കഞ്ഞി എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് കറുത്ത വർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന ആ ചോളക്കഞ്ഞി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം എന്നാവശ്യപ്പെട്ട ഗാന്ധി അതേ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിൽ ഇതേ ചോളക്കഞ്ഞി വിതരണം ചെയ്ത് തൻ്റെ റേസിസ്റ്റ് നിലപാടിനെ പുതുക്കിപ്പണിഞ്ഞ് ആൻറ്റി റേസിസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ജാതി വ്യവസ്ഥയെപ്പറ്റിയും വർണ്ണാശ്രമത്തെപ്പറ്റിയും ഒക്കെ അദ്ദേഹം പല കാലങ്ങളിൽ എടുത്ത മതത്തെയും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ 1914 ജൂലൈ മാസത്തിലാണ് കേപ്പ് ടൗണിൽ നിന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് 1915 ജനുവരിയിൽ ഇന്ത്യയിലെത്തുന്നത്. അക്കാലത്തെ ഗാന്ധിയുടെ ചില നിലപാടുകൾ 30കളിലും 20കളിലും 40കളിലുമൊക്കെ പുതുക്കി ഇതാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ചില കാര്യങ്ങളിലുള്ള നിലപാടുകൾ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം, പൂർവാപര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ശരിയാണ്, പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഞാൻ ഒരു കാര്യത്തെപ്പറ്റി ഏറ്റവും ഒടുവിൽ പറഞ്ഞ നിലപാടാണ് എൻ്റെ നിലപാടായി നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ മതത്തെയും രാഷ്ട്രീയത്തെയും പറ്റി ഗാന്ധിജി 1915 പറഞ്ഞത് എന്താണ്? മതവും രാഷ്ട്രീയവും അവിഭാജ്യമാണ്, അവിഛിന്നമാണ്. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നോ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നോ വിച്ഛേദിക്കാൻ പറ്റില്ല എന്ന ഇക്കാലത്തെ മതരാഷ്ട്രവാദികളൊക്കെ പറയുന്ന ഒരു നിലപാട്, ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന നിലപാട് ഗാന്ധിജി പ്രക്ഷേപിച്ചിരുന്നു 1915 ആ കാലഘട്ടത്തിലൊക്കെ. 1930 ആകുമ്പോഴത്തേക്ക് ഗാന്ധിജി ഔപചാരിക മതം എനിക്കില്ല, ഞാൻ മതത്തിൻ്റെ ധാർമ്മിക നൈതിക മൂല്യങ്ങളാണ്, അതെല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ മതങ്ങളെയും കുറുകെ കടന്നു പോകുന്ന ട്രാൻസെൻഡ് ചെയ്യുന്ന ധാർമ്മിക നൈതിക മൂല്യങ്ങളുമുണ്ട്, എല്ലാ മതങ്ങളും ധാർമ്മിക നൈതിക മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്നുണ്ട്. ആചാരബദ്ധമായ മതത്തിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമാണ് ക്ഷേത്രത്തിൽ പോയത്, അതും ക്ഷേത്രത്തിൻ്റെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ 1946. അതുവരെ ഗാന്ധിജി കസ്തൂർബ ഗാന്ധി ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ഒരു പ്രാവശ്യം ദളിതർക്ക് പ്രവേശനമില്ലാത്ത പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു. കസ്തൂർബ ഗാന്ധി പോയപ്പോൾ ഗാന്ധിജി പ്രതിഷേധ സൂചകമായി ഉപവാസം അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അവിടെ ഒരു ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ് മാത്രമാണ് നടത്തിയത്. അതും മധുര മീനാക്ഷി ക്ഷേത്രം ദളിതർക്ക് തുറന്നു കൊടുക്കാം, അതിൻ്റെ പ്രെമിസസ് ദളിതർക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടി വന്നപ്പോൾ മാത്രമാണ് പോയത്. ആ സന്ദർഭത്തിൽ, ആ കോണ്ടക്സ്റ്റിൽ. എന്നിട്ടും ഗാന്ധിജി നടത്തിയത് ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ് ആണ്. അവിടെ ഹിന്ദു മതവിശ്വാസികളുണ്ട്, സിഖുകാരുണ്ട്, പാർസികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൈനന്മാരുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥനകൾ, അങ്ങനെ ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ് ആണ് നടത്തിയത്. അപ്പോൾ 1940 എത്തുമ്പോഴേക്കും ഗാന്ധിജിയുടെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള നിലപാടിൽ വളരെ കാതലായ മാറ്റം വരുന്നു. അദ്ദേഹം 41 മുതലെങ്കിലും
നിരവധി എഴുത്തുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ, കത്തുകളിലൂടെ ഒക്കെ പറഞ്ഞത് മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ്, അതിൽ രാഷ്ട്രീയത്തിന് കാര്യമില്ല. മറ്റൊരു വാക്കിൽ KM അഷ്റഫൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞാൽ, ഇടതുപക്ഷ ചരിത്രകാരനും ചിന്തകനുമൊക്കെ ആയിരുന്ന KM അഷ്റഫ് വർഗീയതയെ നിർവചിച്ചത് പൊളിറ്റിക്കൽ ട്രേഡ് ഇൻ റിലിജിയൻ എന്നാണ്. മതത്തിനുള്ളിലെ രാഷ്ട്രീയ കച്ചവടം, മതത്തിനുള്ളിൽ രാഷ്ട്രീയ കച്ചവടം ഏറ്റവും സമർത്ഥമായും ശൃഗാല ബുദ്ധിയോടെയും ഏറ്റവും ശുഷ്കാന്തിയോടെയും ഇന്ന് നടത്തുന്നത് ആരാണെന്ന് പത്രം വായിക്കുന്നവർക്കോ വായിക്കാത്തവർക്കോ എല്ലാവർക്കും അറിയാം. ആ മതത്തിനുള്ളിലെ ഏറ്റവും ഭയങ്കരമായ, ഏറ്റവും അവിശ്വസനീയമായ, ഏറ്റവും പ്രദർശന ഗംഭീരമായ ഒരു കച്ചവടമാണ് വാസ്തവത്തിൽ ജനുവരി 22-ന് ഏതാണ്ട് 10 ദിവസം മുമ്പ് അയോധ്യയിൽ നടന്നത്. അപ്പോൾ ഗാന്ധിജി 1947 ഓഗസ്റ്റ് 16-ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്, മതവും രാഷ്ട്രീയവും രണ്ടാണ്, മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ്. എനിക്ക് സർവാധിപത്യം കിട്ടിയാൽ, ഞാനൊരു സർവാധിപതിയാണെങ്കിൽ മതത്തെയും ഭരണകൂടത്തെയും രണ്ടായി വിച്ഛേദിക്കും എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി മതത്തെയും രാഷ്ട്രീയത്തെയും പറ്റിയും ഒക്കെയുള്ള കാഴ്ചപ്പാടിൽ ഗാന്ധിജി നിരന്തര പരിണാമിയായിരുന്നു. അപ്പോൾ ഗാന്ധിജിയെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നിർത്തി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആകെ പാളിപ്പോവും. അതാണ് അരുന്ധതി റോയ്ക്കൊക്കെ സംഭവിച്ചത് ദ ഡോക്ടർ ആൻഡ് ദി സെയിൻറ്റ് എന്ന പുസ്തകം എഴുതിയപ്പോൾ. അവർ ഗാന്ധിജിയെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നിർത്തി ഗാന്ധിജിയെ മാത്രമല്ല ആരെയും അങ്ങനെ വിശകലനം ചെയ്താൽ നമുക്ക് ആ ആശയ ദർശനങ്ങളുടെ, ആദർശങ്ങളുടെ പരിണാമത്തെക്കുറിച്ചോ അതിൻ്റെ ഉരുത്തിരിയലിനെക്കുറിച്ചോ ഒരു സമഗ്രമായ ചിത്രം കിട്ടില്ല. അപ്പോൾ ഒരു പ്രത്യേക, അപ്പോൾ 1909 ഹിന്ദു സ്വരാജിലെ ഗാന്ധി, പിന്നീട് 40കളിലെ ഗാന്ധി, 30കളിലെ ഗാന്ധി, ജാതി വ്യവസ്ഥയെ അങ്ങനെ തള്ളി പറയാതിരുന്ന ഗാന്ധി, ഐത്താചരണത്തിനെതിരെ മുന്നോട്ട് വന്ന ഗാന്ധി, ഇപ്പോൾ ഈ ഇടതുപക്ഷ ക്ലീഷകൾ ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് ഇടതുപക്ഷ പുസ്തകങ്ങളാണ്. അപ്പോൾ ഒന്നാന്തരം ഗാന്ധി വിമർശനങ്ങൾ EMS മുതൽ ഉണ്ട്. പക്ഷേ അഖിൽ ബിൽഗ്രാമി തന്നെ പറയുന്നത് ഗാന്ധിയെ പറ്റിയുള്ള ഇടതുപക്ഷ ക്ലീഷേ വിമർശനങ്ങളിൽ നിന്ന് ഉള്ള ആദ്യത്തെ വിടുതൽ, ആദ്യത്തെ വിച്ഛേദം സംഭവിക്കുന്നത് ഇർഫാൻ ഹബീബിൻ്റെ ഒരു മികച്ച എസ്സേ ഉണ്ട്, ഗാന്ധി എ ലൈഫ് എന്ന. അതിലാണ്. അതുവരെ എന്നെപ്പോലുള്ളവർക്കൊക്കെ കൂടുതൽ വായിക്കാൻ അന്ന് കിട്ടിയിരുന്നത് ഇത്തരം ഗാന്ധി വിമർശ പഠനങ്ങളായിരുന്നു. ഗാന്ധി വിമർശനാതീതനാണെന്ന് ഇപ്പോഴും ഞാനോ നിങ്ങളോ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഹിന്ദു സ്വരാജ് മുതൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ദർശനം, ഒരു മൂല്യം, ഒരു സന്ദേശം ഹിന്ദു മുസ്ലിം മൈത്രി, ഹിന്ദു മുസ്ലിം ഐക്യമായി. മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ കാലോചിതമായി പുതുക്കി പണിതെങ്കിലും ഹിന്ദു സ്വരാജ് 1909 ഒരു കപ്പൽ യാത്രയിൽ ഏതാണ്ട് 9-10 ദിവസം എടുത്ത് എഴുതുമ്പോൾ, ഗുജറാത്തി ഭാഷയിലാണ് അതെഴുതുമ്പോൾ അതിലും 1948 അദ്ദേഹം വധിക്കപ്പെടുന്നത് എന്തിനാണ്? അദ്ദേഹം പാകിസ്ഥാൻ 55 കോടി കൊടുക്കാണ്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മുസ്ലിങ്ങളെ രായ്ക്കുരാമാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഉപവാസം അനുഷ്ഠിച്ചു. അങ്ങനെ ആരാണ് ഗാന്ധിജിയെ കൊന്നു തള്ളിയത് എന്ന് നമുക്കറിയാം. ഏത് പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻപറ്റുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ആ ഹിന്ദു മുസ്ലിം, ഇപ്പോൾ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. ഇന്നത്തെ രാഷ്ട്രീയ ഭീകരമായ, അതിനിഷ്ഠുരമായ രാഷ്ട്രീയ പരിതോവസ്ഥയിൽ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച 2 മൂല്യങ്ങൾ, 2 ആദർശങ്ങൾ. ഒന്ന് റിലീജിയസ് പ്ലൂരലിസം ആണ്, മതപരമായ ബഹുസ്വരത. 2 ലിംഗ്വിസ്റ്റിക് പ്ലൂരലിസമാണ്, ഭാഷാപരമായ ബഹുസ്വരത. ഇപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പോലും മൾട്ടിലിംഗ്വലായിരുന്നു. അപ്പോൾ ഈ രണ്ടും
ഈ രണ്ടിൻ്റെയും കടക്കൽ കത്തിവെക്കുന്ന പ്രത്യയശാസ്ത്രം ആവാഹിച്ചവരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഗാന്ധി ദർശനത്തെ വീണ്ടും പുനരാനയിക്കുമ്പോൾ ഹിന്ദു സ്വരാജ് മുതൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചു പോന്ന മതപരമായ ബഹുസ്വരത, ഹിന്ദു മുസ്ലിം ഐക്യം, മൈത്രി, സാമുദായിക മൈത്രി എന്ന ആശയം വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതും നേരത്തെ മുൻ പ്രാസംഗികർ ചൂണ്ടിക്കാണിച്ച പോലെ നിർഭയമായി ഒരു പോയം എനിക്ക് ഓർമ്മ വരികയാണ്. മായോ ആഞ്ചലോ എഴുതിയ അമേരിക്കൻ പോയറ്റായ മായോ ആഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന ഒരു പോയമുണ്ട്. അതിലേതാനും വരികൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർക്ക് നേരെ നമുക്ക് ചൊല്ലാവുന്നതാണ്. എനിക്ക് ഓർമ്മയുള്ള ഏതാനും വരികൾ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് തുടങ്ങുന്നത്, യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേർട്ട്, യു മേ കിൽ മീ വിത്ത് യുവർ, അങ്ങനെയല്ല, യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി. ഇതാണ് തുടക്കം. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി, യു മേ ട്രോഡ് മീ ഇൻ ദി വെരി ഡേർട്ട്, but still like dust I will rise. You may kill me with your hatefulness, you may kill me with your hatefulness, you may cut me with your eyes, you may cut me with your eyes, you may shoot me with your words, but still like air we will rise. ഈ വി എന്ന് പറയുന്നത് നേരത്തെ നവ ഫാഷിസം എന്നും എത്നിക് ഡെമോക്രസി എന്നും ഇലക്ടറൽ തിയോക്രസി എന്നും ഒക്കെ നാം വിശേഷിപ്പിച്ച നമ്മുടെ കൺമുമ്പിൽ രാക്ഷസരൂപം, നമ്മുടെ മുറ്റത്തല്ല, അടുക്കളയിലല്ല, ബെഡ്റൂമിൽ വരെ എത്തിയ ഈ സമഗ്രാധിപത്യ നവ ഫാഷിസ്റ്റ് സ്വരൂപമാണ്. അതിനെതിരെ നമുക്ക് നിരന്തരം കലഹിച്ചും പ്രതിഷേധിച്ചും നിർഭയമായി പറഞ്ഞും പ്രവർത്തിച്ചും കൊണ്ടല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുള്ള സന്നദ്ധതയും ജാഗരൂകതയും സജ്ജതയും എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നിരന്തരം പരിണാമവിധേയനായ ഗാന്ധിയുടെ സ്വരൂപം പ്രൊഫസർ വരച്ചു വയ്ക്കുകയുണ്ടായി. ഏതൊരു യോഗത്തിൻ്റെയും ആക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത് ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. നമുക്കതിലേക്ക് നീങ്ങാം. പ്രൊഫസർ ഷിനാസ് പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിപ്പല്ല, അത് ക്ലാരിഫിക്കേഷൻ വേണം തോന്നിയിരിക്കുക. ഗാന്ധി ഒരു കാലത്തും, രാംഗുഹ പറഞ്ഞത് തെറ്റാണ്, രാമുഹിയും അത് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി ഒരു കാലത്തും റേസിസ്റ്റ് ആയിരുന്നില്ല. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തിയത്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം. അത് പൊളിറ്റിക്കൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്, സോഷ്യൽ ജസ്റ്റിസിനല്ല, പൊളിറ്റിക്കൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്. ചില സൗത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റുകൾ ഇന്ത്യക്കാരെ ആഫ്രിക്കക്കാരായിട്ട് കൂട്ടിക്കണ്ടെത്തി. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളതിനുള്ള ചില ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. ഈ ആനുകൂല്യങ്ങൾ തടയപ്പെട്ടു. അതിനെതിരായിട്ട് നിന്നുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് ഇന്ത്യക്കാരെയും സൂലു ബ്ലാക്ക് പീപ്പിളെയും തമ്മിൽ കണക്ട് ചെയ്തത് പറയരുതെന്ന്, അല്ല റേസിസം കൊണ്ടല്ല. പിന്നെ ഗാന്ധി കഫീർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. 50കളിൽ പൊറ്റക്കാട് ഉപയോഗിച്ച വാക്കാണ് കാപ്പിരികളുടെ നാട്ടിൽ. അത് 1925 ആ കഫീർ എന്നുള്ള വാക്ക് ഒരു ബാഡ് വേർഡ് ആവുന്നുള്ളൂ. അതിന് മുൻപേ എല്ലാവരും ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഗാന്ധി 1925 ശേഷം അത് ഉപയോഗിച്ചിട്ടില്ല. സൗത്ത് ആഫ്രിക്കയിലുള്ള സമയത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഗാന്ധിയെ ആ തരത്തിൽ കുറ്റം പറഞ്ഞത് രണ്ടാളുകളാണ്. ഒന്ന്, ഇൻ്റലക്ച്വലി ടോട്ടലി ഡിസോണസ്റ്റ് ആയിട്ടുള്ള അരുന്ധതി റോയ്. He is absolutely intellectually dishonest. പിന്നെ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലുള്ള 2 പ്രൊഫസർമാർ. അവർ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്നുള്ള ബുക്ക് എഴുതിയിട്ട് പറഞ്ഞത് മുഴുവൻ തന്നെ
തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് അവരുടെ മറുപടിയോ അരുന്ധതി റോയുടെ മറുപടിയോ എനിക്ക് കിട്ടുകയുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ് ഞാൻ നിർത്തും. മാഷെ, കെ പി ശങ്കരൻ മാഷ് പറഞ്ഞതിലെ ഒരു തിരുത്താണ് ഞാൻ പറഞ്ഞത്. സ്വരാജ് പറഞ്ഞത് ഗാന്ധി അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഗാന്ധിയോട് എല്ലാ മര്യാദകളും അതിൻ്റെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. സ്വരാജ് പറഞ്ഞത് മൗലാന നസ്രത്തി മൊഹാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഗാന്ധി തന്നെയാണ് വില്ലെടുത്ത രാമരാജ്യം എന്ന് പറഞ്ഞത്. വില്ലെടുത്ത രാമൻ എങ്ങനെയാണ് സമാധാനത്തിൻ്റെ പാതയെ സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. വില്ലെടുത്തിട്ട് അമ്പും വില്ലും. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. രാമൻ ഈ ഫാസിസ്റ്റുകൾക്കുള്ള അതിനുള്ള ഐഡിയോളജിക്കൽ അതിൻ്റെ ഇൻസ്പിറേഷൻ ആ സാധനങ്ങൾ ഗാന്ധിയുടെ എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെ സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള വിത്തും വളവും ഒക്കെ കൊടുക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ഭരണവർഗ ബ്രാഹ്മണിക്കൽ പാർട്ടികൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാരായണഗുരുവുമായിട്ടുള്ള സംവാദത്തിൽ ചാതുർവർണ്ണത്തിന് അംഗീകരിച്ച ഒരാളാണ് ഗാന്ധി. അതിന് നാരായണഗുരു പറഞ്ഞത് ഒരു മരം ഉണ്ടാകുമ്പോൾ വിവിധ ഇലകളുണ്ടാവും, നീരൊന്നാണെന്ന് പറഞ്ഞു. മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. പിന്നെ മരണഘടന എഴുതാൻ റാംസ്ഫെൽഡ് മാക്ഡോണലിനെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ഈ പറയുന്ന ഗാന്ധി അടക്കമുള്ള നെഹ്റു അടക്കമുള്ളവർ ചെയ്ത്. അന്ന് റാംസ്ഫെൽഡ് പറഞ്ഞു, മഹാനായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ 3 ക്വസ്റ്റ്യൻസ്. ഇത് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് രാംരാജ് എന്ന ഗാന്ധി ഉപയോഗിച്ചത് ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ഭാഗത്ത് മാത്രമാണ്. അധികം ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ഭാഗത്ത് മാത്രമാണ്. മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഖുദാരാജ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അത് രാമരാജും എന്ന് ഗാന്ധിയുടെ സ്വരാജ് രാമരാജ്യമാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. അതിനുള്ള എവിഡൻസ് ഇപ്പോൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഐപാഡിൽ നിന്ന് വായിച്ചു തരാം, ബുദ്ധിമുട്ടില്ലാതെ. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അസുഖം തോന്നുമായിരിക്കാം. സവാക്കറല്ല, അംബേദ്കർ 1940 ശേഷം ഗാന്ധിയെയും അതിനു മുൻപ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല, നമ്മൾ സാധാരണ പറയാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗാന്ധിസം എന്ന ആർട്ടിക്കിൾ അത് പരമ അബദ്ധമാണ്. ആ ആർട്ടിക്കിൾ അത് പരമ അബദ്ധമാണെന്ന് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. അത് സാധാരണ ആളുകൾ ചൂണ്ടിക്കാണിച്ച് പറയണതാണ് അംബേദ്കർ പറഞ്ഞ വലിയ കാര്യമാണ്. അത് വലിയ കാര്യമല്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയ സമയത്ത് അംബേദ്കറും നെഹ്റുവും ചെയ്ത ആദ്യ 2 വലിയ തെറ്റുകളുടെ കാര്യം പറഞ്ഞുതരാം. അതായത് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൾസറി ആക്കാൻ. കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. ബാലഗംഗാധര തിലക് പ്രിവി കൗൺസിലിൽ പോയി 1920 മുമ്പേ അത് വേണമെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്തതാണ്. അത് പ്രിവി കൗൺസിൽ കാശില്ല, കാരണം ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കാര്യമില്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് കറാച്ചി കോൺഗ്രസ്സിൽ 31 കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് നെഹ്റു എഴുതിയതാണ്. സൈമൺ കമ്മീഷൻ വന്ന സമയത്ത് അംബേദ്കർ സൈമൺ കമ്മീഷനെ പോയി കണ്ട് ആർഗ്യൂ ചെയ്ത് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൾസറി ആക്കണം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തുടങ്ങുന്നതിൻ്റെ 3 മാസം 4 മാസം മുൻപേ ഗാന്ധിയുടെ എന്ന് പറയുന്ന, ഗാന്ധിയല്ല എഴുതിയത്, ഗാന്ധിയുടെ എന്ന് പറയുന്ന ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ
കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാംഫ്ലെറ്റ് ഉണ്ട്. അതിലാവശ്യപ്പെട്ടതാണ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കണം. രണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയില്ല. ആരാണ് അതിൻ്റെ ഉത്തരവാദി? അംബേദ്കറും നെഹ്റുവാണ് അതിൻ്റെ ഉത്തരവാദി. അത് പറയാൻ ഒരു കാലത്ത് നിങ്ങൾ മടിക്കരുത്. ഇന്നത്തെ ദലിത്തിൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ കാരണം രണ്ടാളുകളാണ്, അംബേദ്കറും നെഹ്റുവും. അംബേദ്കർ ഇതിൻ്റെ കൗൺസിലിൻ്റെ ചീഫാവുന്നത് രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് സഹായിച്ചിട്ടാണ്. അദ്ദേഹം ഇലക്ഷൻ ആദ്യം നിന്നിരുന്നത് ഈസ്റ്റ് ബംഗാളിലാണ്. ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇലക്ഷൻ ഉണ്ടായില്ല. എന്നിട്ട് കോൺഗ്രസ് ആണ് അദ്ദേഹത്തിനെ ബോംബെയിൽ നിർത്തി ജയിപ്പിച്ചത്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കില്ല. കോൺഗ്രസ് ആണ് നിർത്തി ജയിപ്പിച്ചത്. എന്നിട്ട് കോൺഗ്രസ്സിനെ അത്ര വിധം ചീത്ത പറഞ്ഞിട്ടുള്ള ഒരാളെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ചീഫാക്കിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് അംബേദ്കർ ഒന്നല്ല. അംബേദ്കർ ഹാസ് ടേക്കൺ ഫ്രം ആര്യ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അത് എഴുതിയത്, ടൈപ്പ് ചെയ്തത് ഒരു ആന്ധ്രക്കാരൻ ICS ഓഫീസറാണ് ടൈപ്പ് ചെയ്തത്. അംബേദ്കർ ഒരു ചെയർപേഴ്സൺ മാത്രമായിരുന്നു. അത് അംബേദ്കറുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അദ്ദേഹം ചെയർപേഴ്സണായിരുന്നു. അത് ആക്കിയത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം അദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. ഇല്ലാത്തൊരു കാര്യം അദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഇത് അരവിന്ദൻ സാറിനോടാണ്. ഗാന്ധിജിക്ക് മെഷീൻസിനെ പറ്റിയും മെക്കനൈസേഷനെ പറ്റിയും ഒരുപാട് അഭിപ്രായം ഉണ്ടായിരുന്നു. സാർ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. ഇന്നത്തെ അവസ്ഥയിൽ, നിർമ്മിത ബുദ്ധിയുടെ അവസ്ഥയിൽ ഓട്ടോമേഷൻ ഓഫ് ഹ്യൂമൻ കോഗ്നിഷനെ പറ്റി ഗാന്ധിജി എന്തായിരിക്കും പറയുക? അല്ല, ഇന്നത്തെ അവസ്ഥയിൽ ഗാന്ധിജിക്ക് മെഷീനെയും മെക്കനൈസേഷനെ പറ്റി സ്വന്തമായ അഭിപ്രായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. സാറിന് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. ഓട്ടോമേഷൻ ഓഫ് കോഗ്നിഷനെ പറ്റി അല്ലെങ്കിൽ മെക്കനൈസേഷൻ ഓഫ് മൈൻഡിനെ പറ്റി ഉള്ള ഗാന്ധിജിയുടെ അഭിപ്രായം സാറിന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ കൊള്ളാം. ഞാൻ ഈ കാര്യത്തെ പറ്റിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അന്വേഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ യന്ത്രത്തെ പറ്റിയിട്ടുള്ള ഗാന്ധിജിയുടെ അഭിപ്രായം 1909 ഹിന്ദു സ്വരാജിൽ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം തന്നെയുണ്ട്. അതിൽ ഗാന്ധി പറയുന്നതെന്ന് വെച്ചാൽ യന്ത്രത്തിന് നമ്മൾ അടിമകളായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും സർഗാത്മകതയും ക്രിയാത്മകതയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ അവസ്ഥയിൽ അത് കാണണമെങ്കിൽ നമുക്ക് ഈ യൂറോ നാഗരികതയുമായിട്ട് അടഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തനായ, അതിൽ നിന്ന് എൻലൈറ്റൻഡ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഗാന്ധി, ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയണം. അതാണ് നമ്മളുടെ കേരളത്തിലോ അല്ലെങ്കിൽ പൊതുവെ ഇല്ലാത്ത നമ്മളുടെ ഒരു കണ്ടീഷനായിട്ടുള്ള ബ്രെയിൻ അനുസരിച്ച് നമ്മൾ മൊത്തം കാണുന്നത് ആധുനിക ശാസ്ത്ര സാങ്കേതികതയുടെ ഭാഗമായിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളെയും കാണുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഗാന്ധിയുടെ യന്ത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യന്ത്രം നിങ്ങളെ അടിമപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ മൊബൈൽ ഫോൺ, എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഈ മൊബൈൽ ഫോണ് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിലാണ് നമ്മൾ എങ്ങനെ ചോറുണ്ണണം, ഭക്ഷണം കഴിക്കണം, വസ്ത്രം കഴിക്കണം, അല്ലെങ്കിൽ നമ്മളെ അത് കൊണ്ടു നടക്കുകയാണ്. നമ്മളതിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളുടെ തലയിണയുടെ അപ്പുറത്തായിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് നമ്മളുടെ സർഗാത്മകത നഷ്ടപ്പെടുകയാണ്. ഇന്ന് നമ്മളുടെ നിർമ്മിത ബുദ്ധിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അത് അൾട്രാ ഇൻ്റലിജൻസ് ഒരു യന്ത്രം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ യന്ത്രത്തിൻ്റെ സർഗാത്മകത, അതിൻ്റെ ക്രിയാത്മകത മനുഷ്യനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുണ്ടാവാൻ പോണു, മനുഷ്യകുലം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നറിയാൻ പറ്റും. അതുമാത്രമല്ല, ഈ യന്ത്രം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ 6 നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ 200 കൊല്ലമായിട്ട് യന്ത്രത്തിലൂടെ കടന്നു പോയിട്ടുള്ള വികസനത്തിൻ്റെ ഫലമായിട്ട്, ആധുനിക ശാസ്ത്ര സാങ്കേതികയുടെ വികസനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള നാഗരികതയുടെ പ്രശ്നങ്ങളാണ് നമ്മളിന്ന് ആഗോള താപനമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂമി ഇന്ന് വളരെ മോശമായ ഒരവസ്ഥയിലാണ്. ഞാനൊരു ഡൂംസ്ഡേ പ്രവാചകനായിട്ടല്ല പറയുന്നത്, ഞാൻ സത്യത്തിൽ ശാസ്ത്രജ്ഞനല്ല.
പക്ഷേ ഈ ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ധാർമ്മികമായ തലത്തിൽ അന്വേഷിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹിന്ദുത്വയെ പറ്റി പറഞ്ഞു നടക്കുന്ന സത്താനിക് സിവിലൈസേഷൻ്റെ ആൾക്കാരായാലും നമ്മളുടെ ഇടതുപക്ഷ ആൾക്കാരായാലും ബൈഡനായാലും എല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഹ്രസ്വമായ കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭൂമി എന്ന ഈ ജൈവ സ്രോതസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജൈവികതയെ ഗയയെ കൊണ്ടു നടക്കണമെങ്കിൽ, അതിൻ്റെ എന്താ ലൈവ്ലിനെസ് അല്ലെങ്കിൽ ജൈവികത ധാർമ്മികത കൊണ്ടു നടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം. അതായത് 2024 തന്നെ നമ്മളൊരു പുതിയ ആഗോളതാപനം ഇനി ഉണ്ടാവാതിരിക്കാനായിട്ടും അത് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം. അതില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി അവസാനിക്കും. തീർച്ചയായിട്ടും 2100 അപ്പുറം ഇതുണ്ടാവില്ല. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് 70 വയസ്സായി. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് ഇത് വേണ്ടേ? ഈ ഭൂമി വേണ്ടേ? അത് കച്ചവടം മാത്രം മതിയാ, കേരയിൽ മാത്രം മതിയാ, ബുള്ളറ്റ് ട്രെയിന് മാത്രം മതിയാ, ചന്ദ്രനിലേക്ക് ആളെ കിട്ടാം. ഗാന്ധി തന്നെ ഈ ഹിന്ദു സ്വരാജിലൊരു പറയുന്ന ഒറ്റ വാചകം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ബ്രിട്ടീഷുകാർക്ക് അന്ന് ചന്ദ്രനിലേക്ക് ആൾ പോയിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് ചന്ദ്രനിലേക്ക് കച്ചവടം ചെയ്യാൻ പോകാൻ പറ്റുവാണെങ്കിൽ അവർ അവിടെയും കച്ചവടം ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കച്ചവട നാഗരികതയാണ് ഇന്നത്തെ വലതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ സർക്കാരിനെയും നമ്മളെയൊക്കെ കൊണ്ടു നടക്കുന്നത്. അതാണ് നമ്മളുടെ ആർത്തിയുടെ പിന്നിലുള്ള വശം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സമയപരിധി മൂലം ഈ യോഗം അവസാനിക്കുന്നു. വിശിഷ്ടാതിഥികൾക്കും പ്രബുദ്ധമായ സദസ്സിനും നന്ദി.